നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീര്യതേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ദേവി ഭഗവതി ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ മോഹം കരോതി വാചാലം പങ്കലം ഗേരി യത്കൃപാതമം വന്ദേ ശ്രീ ഗുരു ദിനധാരണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യീശ്വരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. ശശികല മാതാജി, ഹരേ കൃഷ്ണ സബിത മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്ലോകം 30 അതോ? 30 ഒന്നുകൂടെ നോക്കട്ടെ. 31 32 30 പ്രഭു. 30 31, 32. അപ്പൊ 30-ാമത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 2 ദിവ്യത്വവും ദിവ്യസേവനവും. അതില് ശ്ലോകം 30. സ ഏവ ഏവേദം സസർജാഗ്രേ ആത്മമായയാം സദസ സദ്രുപയാ ചാസോ ഗുണമയ്യാ ഗുണോ വിഭൂം. സ ഏവ ഏവേദം സസർജാഗ്രേ ഭഗവാനാത്മമായയാ സദസദ്രൂപയാ ചാസൗ ഗുണമയ്യാ ഗുണോ വിഭൂം. സ ഏവേദം സസർജാഗ്രേ ഭഗവാനാത്മമായയാ സദസദ്രൂപയാ ചാസൗ ഗുണമയ്യാ ഗുണോ വിഭൂം. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 30. സായേവേദം സസർജാഗ്രേ ഭഗവാൻ ആത്മമായയാ സദസദ്രൂപയാ ചാസൗ ഗുണമയ്യാ ഗുണോ വിഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. സസർജാഗ്രേ ഭഗവാനാത്മമായയാ സദസദ്രൂപയാ ചാസ ഗുണമയ്യ ഗുണോ വിഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജിക്ക് വായിക്കാനായിട്ട് പറ്റുമോ? ശ്ലോകം വായിക്കാം പ്രഭു. ശ്ലോകം വായിച്ചു. ഹരേ കൃഷ്ണ. സ ഏവേദം സസർജാഗ്രേ ഭഗവാനാത്മമായയാ സദസദ്രൂപയാ ചാസോ ഗുണമയ്യ ഗുണോ വിഭു. ഹരേ കൃഷ്ണ. അതിന്റെ പദാനുപദ തർജ്ജമ നമുക്ക് സവിതാ മാതാജിയോട് ചോദിക്കാം. മാതാജിയിൽ ഉണ്ടാവോ ഇല്ലയോ അറിയില്ല. ഇല്ല പ്രഭു. ഇല്ല. അപ്പം നമുക്ക് ശശീല മാതാജിയോട് ചോദിക്കാം. പദാനുപദ തർജ്ജമ വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനം പദാനുപദ തർജ്ജമ തൊട്ട്. പദാനുപദ തർജ്ജിമ. സ അത് ഏവ നിശ്ചയമായും ഇതം ഈ സസർജ സൃഷ്ടിച്ചു അഗ്രേ മുൻപ് ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ ആത്മമായയ സ്വശക്തിയാൽ സത് കാരണം അസത് അനന്തരഫലം രൂപയ രൂപങ്ങളാൽ ച അസൗ അതേ ഭഗവാൻ ഗുണമയ ഭൗതിക പ്രകൃതി ഗുണങ്ങളാൽ അഗുണ സർവാതിശായിയായ അതീന്ദ്രിയമായ വിഭു പരമാത്മാവ് ഭഗവാൻ. വിവർത്തനം. ഭൗതിക സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ വാസുദേവൻ അദ്ദേഹത്തിന്റെ സർവാതിശായിയായ ആന്തരിക ശക്തിയാൽ കാര്യകാരണ ശക്തികളെ സൃഷ്ടിച്ചു. ഭാവാർത്ഥം ജയ ശീല പ്രഭുപാദ്. ഭൗതിക പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യമായ കാരണഭൂതവും ഫലദായകവുമായ ശക്തികൾ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെടുകയാൽ ഭഗവാന്റെ സ്ഥാനം സദാ അതീന്ദ്രിയമാണ്. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾ ഏശാത്തവനാണ് ഭഗവാൻ. ഭഗവാന്റെ അസ്തിത്വം, രൂപം, പ്രവൃത്തികൾ, പരിച്ഛദങ്ങൾ എന്നിവയെല്ലാം ഭൗതിക സൃഷ്ടിക്ക് മുമ്പ് നിലനിന്നിരുന്നവയാണ്.
മായാവാദ സിദ്ധാന്ത ഉപജ്ഞാതാവായ ശ്രീപാദ ശങ്കരാചാര്യർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ അതീന്ദ്രിയ പദവിയെ അദ്ദേഹത്തിന്റെ ഭഗവത്ഗീത വ്യാഖ്യാനങ്ങളിൽ അംഗീകരിക്കുന്നു. ഭഗവാൻ സർവാത്മ സമ്പൂർണനാണ്. ഭഗവാന്റെ ആത്മീയ ഗുണങ്ങൾക്ക് തികച്ചും വ്യത്യസ്തങ്ങളായ ഭൗതിക ലോക ഗുണങ്ങളുമായി യാതൊരു ബന്ധമോ ഇടപാടോ ഇല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഈ ശ്ലോകത്തില് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് വളരെ ഉള്ള ഒരു ശ്ലോകം നീളം അല്ലെങ്കിൽ അതിന്റെ ഭാവാർത്ഥം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? വാസുദേവ പരാദേവ വാസുദേവ പരാമഖ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാങ്കിതി. കൃഷ്ണ, അത് ഞാൻ പറഞ്ഞില്ല, പഠിക്കാൻ പറ്റുന്നവർക്ക് ആ ശ്ലോകം പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പം വെളിപ്പെട്ട ധർമ്മശാസ്ത്രത്തിന്റെ ആത്യന്തിക പൊരുൾ ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാകുന്നു എന്ന ശ്ലോകത്തിൽ വ്യക്തമായി പറയുന്നു. പരമദിവ്യോത്തമ പുരുഷനെ പ്രീതിപ്പെടുത്തിയാണ് യജ്ഞാനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശം എന്നും കണ്ടു അല്ലെ. ഏത് യജ്ഞം ചെയ്തു കഴിഞ്ഞാലും അത് എന്താണ്? കേശവം പ്രതി ഗച്ഛതി. നമ്മൾ ആരെ പൂജിച്ചു കഴിഞ്ഞാലും അത് കേശവനിലേക്ക് തന്നെ. എന്ത് യജ്ഞം ചെയ്തു കഴിഞ്ഞാലും അത് കേശവനിലേക്കാണ് എത്തിച്ചേരുന്നത് അല്ലെ. നമ്മൾ അത് ഗോവർദ്ധന ലീല വഴി നമ്മൾ കണ്ടു. ആ ഗോവർദ്ധനത്തിന് നിവേദിച്ച സാധനം ഭഗവാൻ തന്നെ ഗോവർദ്ധനമായിട്ട് വന്നിട്ട് അതിൽ മുഴുവനും അത് ആൾക്കാർക്ക് കാണണ്ടേ. ഭഗവാൻ ഇങ്ങനെ ഈ പർവ്വതം ഇന്ന് സ്വീകരിക്കുമോ എന്നൊക്കെയുള്ള സംശയമായതുകൊണ്ട് ഭഗവാൻ തന്നെ ഗോവർദ്ധനമായി അവതരിച്ച് ഗോവർദ്ധന രൂപത്തിൽ വലിയ വായു ഒക്കെ പിളർന്ന് ഇവര് കൊണ്ടുവന്ന ഭോഗങ്ങൾ മുഴുവൻ, ചപ്പൻ ഭോഗം മുഴുവൻ അകത്താക്കി എന്നിട്ട് അത് പ്രസാദമാക്കി തിരിച്ചു കൊടുത്തു എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. കാര്യം എല്ലാവരും 7 ദിവസം എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? ഈ വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് അവരാരും ഭക്ഷണം കഴിക്കാതെ നിൽക്കുകയായിരുന്നു രാപകലില്ലാതെ. അപ്പൊ അതുകൊണ്ട് ഈ യജ്ഞങ്ങളെല്ലാം ചെയ്യുന്നത് എന്താണ്? വിഷ്ണു. യജ്ഞ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുകയാണ്. നമ്മൾ ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായത്തിൽ കണ്ടു, നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം വിഷ്ണുവിന്റെ പ്രീതിക്കായിട്ട് ചെയ്യുക എന്നുള്ള ഒരു ശ്ലോകം നമ്മൾ കണ്ടിരുന്നു. എന്നാ യജ്ഞാ കർമ്മണോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശ്ലോകം. അപ്പം യോഗ പരമദിവ്യോത്തമ പുരുഷനെ സാക്ഷാത്കരിക്കുന്ന യോഗ പരമദിവ്യോത്തമ പുരുഷനെ സാക്ഷാത്കരിക്കാൻ ഉതകുന്നതാകുന്നു. സർവകർമ്മഫലങ്ങളും പരമദിവ്യോത്തമ പുരുഷനാണ് പരമമായി പ്രദാനം ചെയ്യുന്നത്. അപ്പൊ അതായത് നമ്മൾ ഈ യോഗ ചെയ്യുന്നതൊക്കെ നമ്മള് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഈ ഒരു ഫിസിക്കൽ ഒരു എക്സസൈസ് പോലെയാണ് കണക്കാക്കുന്നത് അല്ലെ. മനസ്സിനെ കൺട്രോൾ ചെയ്യാനെന്നൊക്കെ പറഞ്ഞൊക്കെ ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷെ അതിന്റെ നമ്മൾ ആ ഒരു യോഗയുടെയൊക്കെ ആചാര്യൻ അങ്ങനെ വന്നുമ്പോൾ ശങ്കരാചാര്യര് ഇങ്ങനെ അദ്വൈതം മായാവാദം ഇതിലേക്ക് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കിനും അത് പ്രശ്നമായി വരും. അപ്പൊ അതിന്റെ ഉദ്ദേശം നമ്മൾ ആരുമായിട്ടാണ് യോഗ ചേരേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അന്ത്യത്തിൽ ഈ ശ്വാസമൊക്കെ പ്രക്രിയ ചെയ്ത് വർഷങ്ങളെടുത്ത് ഈ യോഗ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന്റെ അന്ത്യത്തിൽ ഈ ഭഗവാൻ എന്ന് പറഞ്ഞൊരു സങ്കല്പം ഇല്ല എങ്കിൽ അത് പെട്ടുപോയി അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ യോഗം ചേരേണ്ടത് ആരുമായിട്ടാണ് ഫൈനലി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഈ യോഗം ചെയ്യുമ്പോഴും നമ്മളും ഭഗവാനും ഒന്നായി തീരും എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയും ഒരിക്കലും വേണ്ട. കാര്യം യോഗം നമ്മൾ ഭഗവാന്റെ ആരുമായിട്ടാണ് ഉണ്ടാകുന്നത്? ഭഗവാന്റെ എന്താണ് ഈ കാണുന്ന സംഭവം? എന്നാ? ബ്രഹ്മജ്യോതി. ഭഗവാന്റെ ചുറ്റുമുള്ള വലയം അല്ലെ. അപ്പൊ ഭഗവാൻ അവ്യക്തിഗത ബ്രഹ്മം, നിർഗുണ ബ്രഹ്മം എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രത്യേകിച്ച് ഒരു ഇതുമില്ല, വെറും ലയനം മാത്രം, ഒരു ആസ്വാദനം ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടാണ് ഇവരൊക്കെ ഈ യോഗ ചെയ്യുന്നത് അല്ലെ, അവിടം വരെ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു യോഗ, യഥാർത്ഥത്തിലുള്ള യോഗം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? ഭഗവാനുമായിട്ട് ചേർന്ന ഗോലോക വൃന്ദാവനത്തിൽ വസിക്കുക എന്നുള്ളത് മനസ്സിലാകാത്ത വ്യക്തികള് ഇപ്പോഴും ഉണ്ട്. ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ, ഒരുപാട് പ്രസ്ഥാനങ്ങള്. ഇതിലൊക്കെ തന്നെ അവരെല്ലാം, നമ്മളെല്ലാം ഭാഗവതം എടുക്കുന്ന ആചാര്യന്മാരൊക്കെ തന്നെ ഈ ഭഗവാനെ പറ്റി പറഞ്ഞിട്ട് പറയും ഇത് കഥയാണ്, ഇത് സങ്കല്പമാണ്, നമ്മള് ഭഗവാനുമായിട്ട് ഒന്നാണ്, നമ്മൾ ഭഗവാൻ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഏത് സമയവും ഡെയിലി എന്ന് പറഞ്ഞ പോലെ ചിലപ്പോ എപ്പോഴേലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്തേക്ക് ഒരു ലെക്ചർ അങ്ങ് ഇടും. ലെക്ചർ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്തൂടെ നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ഭഗവാനുമായിട്ട്
ഒന്നാകുമെന്ന് അവര് പറയും. എന്നിട്ട് പറയും ഈ കഥകളെല്ലാം ഇതെല്ലാം ഒരു സങ്കല്പമാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്കിത് അറിയാവുന്നവരായതുകൊണ്ട്, നമ്മൾ ആചാര്യന്മാരിൽ കേട്ടതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകും ഇതല്ല അതിന്റെ പരമസത്യം. പക്ഷെ അത് വെച്ചിട്ട് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടു ഈ ഈ ഭഗവാനെ പറ്റിയുള്ള ആ ഒരു ശ്ലോകം. നമുക്ക് സമയം കുറവായിരുന്നു, നമ്മൾ അധികം എടുത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു 3-4 ദിവസം എടുക്കാനുള്ള സംഭവം ഉണ്ട്. അപ്പം സർവ്വ കർമ്മഫലങ്ങളും പരമദിവ്യോത്തമ പുരുഷനാണ് പരമമായി പ്രദാനം ചെയ്യുന്നത്. പരമജ്ഞാനം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാകുന്നു. മാത്രവുമല്ല, സമസ്ത കഠിന നിഷ്ഠകളും അല്ലെങ്കിൽ വൈരാഗ്യങ്ങളും തപശ്ചര്യകളും അനുഷ്ഠിക്കുന്ന ഭഗവാനെ മനസ്സിലാക്കാനാണ്. നമ്മൾ ഈ ചെയ്യുന്ന അഭ്യാസം മുഴുവനും നമ്മൾ ചെയ്യുന്ന എന്താണ്? ഭഗവാനെ മനസ്സിലാക്കുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, നമ്മളെല്ലാവരും വിചാരിക്കും ഭഗവാൻ വളരെ പിശുക്കനാണ്, ഭയങ്കര കള്ളത്തരം ചെയ്യുന്ന ആളാണെന്നുള്ള വാസ്തവമാണ്. കാര്യം എന്തുകൊണ്ടാണ്? ഭഗവാൻ ഭക്തി അങ്ങനെ ആർക്കും കൊടുക്കില്ല. അത് പിശുക്കി പിടിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അല്ലെ. അത് ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ കൈ ഒന്ന് തുറക്കണമെങ്കിൽ വലിയ പാടാണ്. ഭക്തി കൊടുക്കാന്ന് പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടാണ്. ഭഗവാൻ അങ്ങനെ കൊടുക്കില്ല. ബാക്കിയുള്ള ദേവന്മാരെല്ലാരും അത് എന്താണ്, ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടേക്ക് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അവര് ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്താണ്, അത് ഗീവ് ആൻഡ് ടേക്ക് ആയി പോവും. നമ്മൾ അങ്ങോട്ട് ചെയ്തില്ലെങ്കിൽ അവര് നമുക്കിട്ട് തിരിച്ച് പണി ചെയ്യുകയും ചെയ്യും. എന്നാൽ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഈ ഭക്തി ഇങ്ങനെ ഒളിച്ചു പിടിച്ചുകൊണ്ട് നടക്കുക. നമ്മളുടെ അടുക്കൽ നിന്ന് ഒളിച്ച് നടക്കുകയാണ് അല്ലെ. മായാവിയാണല്ലേ. നമ്മുടെ അടുക്കൽ അങ്ങനെ ഭക്തി തരുന്നില്ല. ആരുടെ അടുക്കൽ അങ്ങനെ ഇത്ര പെട്ടെന്ന് കൊടുക്കത്തില്ല. അല്ലെങ്കിൽ കുറൂരമ്മയാകണം, യശോദാം മാതാവാകണം, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, നമ്മളുടെ പൂന്താനം, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്കും ശബരി മാതാവിന് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഭക്തി കൊടുത്തു. പക്ഷെ അവർക്ക് ഇതേപോലെ എന്താണ്, ഭക്തി അല്ലാതെ വിഭക്തി കൊടുത്ത ഒരാളുണ്ട്. അതാരാണ്? രാധിക മാതാജി. എന്താ കേട്ടില്ല പ്രഭു ശരിക്കും? ഹരേ കൃഷ്ണ. ഭഗവാൻ ഭക്തി അല്ലാതെ വിഭക്തി കൊടുത്ത ഒരാളുണ്ട്. അതാരാണ്? നാരായണ ഭട്ടതിരിയ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. അതായത് ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് പൂന്താനത്തിന്റെ ഭക്തിയാണ് മേൽപ്പത്തൂറിന്റെ വിഭക്തിയെക്കാളും എനിക്ക് ഇഷ്ടമെന്ന് ഭഗവാൻ ഗുരുവായൂരപ്പൻ പറയുന്നു. വിഭക്തി പറഞ്ഞ പാണ്ഡിത്യമല്ലേ പ്രഭു? വിഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി കഴിഞ്ഞിട്ടുള്ള തലമാണ് ഈ ജ്ഞാനത്തിന്റെ തലം. ഇദ്ദേഹത്തിന് ഭയങ്കര പാണ്ഡിത്യം ഉണ്ടായിരുന്നു. സംസ്കൃതത്തിൽ ഭയങ്കര പാണ്ഡിത്യമുണ്ട്, ഭയങ്കര ശാസ്ത്രിക് നോളജ്. ഭാഗവതം മുഴുവൻ അരച്ച് കലക്കി കുടിച്ച് പഠിച്ചുകൊണ്ടാണല്ലോ ഭാഗവതത്തിലെ 2-3 സ്കന്ധങ്ങളൊക്കെ ഒരൊറ്റ ശ്ലോകത്തിൽ അങ്ങ് കവർ ചെയ്തു പോകും അല്ലെ. ഭയങ്കരമാണ്. ഇത്ര ബ്രില്യന്റ് ആണ്, ഇന്റലിജന്റ് ആണ്. നമ്മൾ നാരായണീയം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നാരായണീയം ശ്രദ്ധിച്ചു നോക്കിയേ, അതിലെ ഒരു 5-8 ചാപ്റ്റർ ഒക്കെ ഒരൊറ്റ ശ്ലോകത്തില് കവർ ചെയ്തു പോകും. അപ്പൊ അത് ഇത്ര ഇന്റലിജൻസിലാണ്, ഇത്ര അത് ഇങ്ങനെ കുറുക്കി രസായനമായിട്ട് കുടിച്ച ഒരാൾക്കല്ലേ അത് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അതിന് കൃത്യമായിട്ടുള്ള പ്രാസവും വൃത്തവും എല്ലാം ഒപ്പിച്ചിട്ട് അത് എത്ര ഇതാണെന്ന് ആലോചിച്ച് നോക്കി. എത്ര ഇന്റലിജൻസിൽ എഴുതിയ. നോർത്തിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴാണ് നാരായണീയം പഠിക്കാൻ തുടങ്ങിയത്. കാര്യം ഭാഗവതം ഈ 12,000 ശ്ലോകമൊക്കെ ആയത് കാരണം ഭാഗവതം നമുക്ക് അത് എന്താ പറയുന്നത്, നല്ല ആചാര്യന്മാരും ക്ലാസ്സുകളൊന്നും കിട്ടാത്ത കാരണം അവർക്ക് മുഴുവൻ അറിയാൻ പറ്റുന്നില്ല. അത് കാരണം ഇപ്പൊ നാരായണീയത്തിലേക്ക് അവരൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നോർത്തിലുള്ള ഒരാളുടെ ലെക്ചർ കേട്ടു, ഒരു ഹിന്ദിക്കാരന്റെ, ഈ ടിവിയിൽ ഇങ്ങനെ വെച്ച യൂട്യൂബിൽ വന്നപ്പോഴത്തേന്. അപ്പം എവ്രി വൺ ഹാസ് ടു ലിസൺ ദാറ്റ് നാരായണീയം ബൈ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഫ്രം കേരള. ഹി ഈസ് സമ്മറൈസിംഗ് ദ ഭാഗവതം in such a way that no one can assume how the potency is എന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോർത്തിലുള്ള ആൾക്കാരൊക്കെ ഇപ്പം നാരായണീയത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നാരായണ എന്താ മാതാജി? ഹരിബോൾ പറയാ. നാരായണീയം പറയുമ്പോൾ ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ പ്രഭു? അതെ. പക്ഷെ ഈ നാരായണ ഭട്ടതിരിപ്പാർക്ക് എന്ത് കൊടുത്തു? വിഭക്തി ആയതുകൊണ്ട് എന്താണ്, അഹങ്കാരം എന്ന് പറഞ്ഞൊരു ഇതൂടെ വന്നു. അഹങ്കാരം. അപ്പം ജ്ഞാനം കൂടി കഴിഞ്ഞാലുള്ള പ്രശ്നമാണ്. ജ്ഞാനം കൊടുത്തു, ഭക്തി അവിടെ കുറച്ച് കൊടുത്ത് ഭഗവാൻ അങ്ങ് പിശുക്കി ഭക്തി അങ്ങ് പിടിച്ചു വെച്ചു. ജ്ഞാനം കൊടുത്തപ്പോ അഹങ്കാരം കൂടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ വേദനകളായിട്ട് കൊടുത്തു, അസുഖങ്ങളായിട്ട് കൊടുത്തു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അതിന്റെ ഭട്ടതിരിക്ക് ഒന്നുകൂടെ ജനിക്കേണ്ടി വന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഭട്ടതിരിക്ക് വീണ്ടും ഒന്നുകൂടെ. കാര്യം എന്താണ്? അദ്ദേഹം ഈ സന്ദർഭം
ഭഗവാൻ വിഭക്തി തന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തി, പൂന്താനം ഒരു മലയാള കാവ്യം നോക്കാൻ കൊടുത്തത് ഭട്ടതിരിപ്പാട് അത് പറ്റില്ല, മലയാളത്തിലാണെങ്കിൽ ഞാൻ നോക്കില്ല എന്ന് ആദ്യം പറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ വന്ന് പറഞ്ഞത് അല്ലെ, തന്റെ വിഭക്തിയേക്കാൾ എനിക്ക് പൂന്താനത്തിന്റെ ഭക്തിയാണ് ഇഷ്ടം. ഭക്തിയാണ് ഇഷ്ടം. അപ്പം ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ഈ അന്ത്യകാലത്തും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് എന്താണ്? എന്റെ വാതരോഗം മാറണേ എന്നുള്ള കാര്യമാണ് എല്ലാ ശ്ലോകത്തിലും പറഞ്ഞിരുന്നത് അല്ലെ. അതെ അതെ അതെ. ഭഗവാൻ എന്ത് ചെയ്യായിരുന്നു? ഭഗവാൻ ഇദ്ദേഹത്തിനെ അങ്ങ് ഗോലോകത്തിലേക്ക് കൊണ്ടുവരും. പൂന്താനത്തെ കൊണ്ടുപോകാനായിട്ടിരുന്നപ്പം ഇദ്ദേഹത്തിന്റെ ആഗ്രഹം വാതരോഗം മാറുക എന്നുള്ളത് മാത്രമാണ്. മോക്ഷം, മറ്റു പലർക്കും മോക്ഷം കിട്ടിയതെ പറ്റി ഈ ഭാഗവതം നല്ല രീതിയിൽ സമ്മറി ചെയ്തിട്ടുണ്ട്. മറ്റു പലർക്കും ഖഡ്വാങ്കൻ എന്ന ധരണീശന് കാണുകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്ത് വിധി ഒട്ടല്ല നിൻ കളി കളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ. ഇതെല്ലാം ഇത് ഹരിനാമ കീർത്തനത്തിൽ. അത് ഹരിനാമ കീർത്തനല്ലേ പ്രഭു പാടിയത്? അതെ, ഹരിനാമ കീർത്തനം ഞാൻ പറഞ്ഞു. അപ്പൊ ഈ നാരായണ ഭട്ടതിരി എഴുതിയ നാരായണത്തിലും മറ്റു പല ഭക്തന്മാർക്കും എല്ലാവർക്കും മോക്ഷം കിട്ടിയതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് മോക്ഷം ആഗ്രഹിച്ചില്ല. ഓരോ പ്രാവശ്യം വരുമ്പോഴത്തേനും നിങ്ങൾ അല്ലയോ കൃഷ്ണ, അല്ലയോ ഗുരുവായൂരപ്പ, ഭഗവാനെ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ, അങ്ങയുടെ കാരുണ്യത്താൽ ഇന്ന ആൾക്ക് പ്രജാസസ്സുകൾക്ക് ഇങ്ങനെ കിട്ടി, അവർക്ക് ഇങ്ങനെ കിട്ടി, നവ യോഗീന്ദ്രന്മാർക്ക് ഇങ്ങനെ കിട്ടി എന്നൊക്കെ പറയുന്നു. എങ്കിൽ തന്നെയും ഒരു പ്രാവശ്യം പോലും അദ്ദേഹം എനിക്ക് അങ്ങ് മോക്ഷം തരണം എന്ന് പറഞ്ഞതായിട്ടൊരു ലൈന് മാതാജി പഠിച്ചപ്പം അവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏത് ദശകം ലാസ്റ്റ് ആ പോയത്തില് ഗുരുവായൂരപ്പ എന്റെ അസുഖം മാറ്റി തരണേ, അപ്പോഴും ലാസ്റ്റ് ഒരു ദശകത്തിന്റെ ലാസ്റ്റ് അസുഖം മാറ്റി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആര് നാരായണ ഭട്ടതിരിപ്പാട് വന്നത്. കാര്യം അത്രയ്ക്ക് കഠിനമായിട്ടുള്ള വേദനയാണ്. അപ്പൊ അതുകൊണ്ട് അസുഖം മാറ്റി അത് ഭഗവാനിലേക്ക് പോകാനായിട്ട് പിന്നീട് ജന്മം എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഭഗവാൻ മേൽപ്പത്തൂരിനെ വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ജ്ഞാനം കൂടി പോയുള്ള അപകടമാണിത്. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ഇൻസിഡന്റ് ഒക്കെ പറഞ്ഞല്ലോ, ഭയങ്കര ജ്ഞാനം, അതിഭയങ്കരമായ ജ്ഞാനം. പക്ഷെ എന്താണ് അതിന്റെ കൂടെ ഈ ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള ക്രോധവും അഹങ്കാരവും ഈഗോയും ഒക്കെ വരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരാളോട് സംശയം ചോദിച്ചു. ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? കാര്യം നമ്മളെക്കാളൊക്കെ ഒരുപാട് സേവകൾ ചെയ്യുന്നതാണ്, ഭയങ്കര കഷ്ടപ്പെടുന്നത്. ഈ 24 hours തന്നെ ഭഗവാന് വേണ്ടിയിട്ട് സേവകൾ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ വായിക്കുകയാണ്, നോട്ട്സ് എഴുതുകയാണ്, ഭാഗവതം വായിക്കുക, ലെക്ചർ കേൾക്കുക, നോട്ട്സ് ക്ലാസ് എടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ഞാനൊരു സംശയം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആ മറുപടി കൃത്യമായിട്ട് കിട്ടി. കാര്യം നമ്മുടെ മായാപൂരിൽ നിന്ന് ഒരു ഗുരുമഹാരാജ്, നമ്മുടെ ഗുരുമഹാരാജ് അല്ല, വേറൊരു ഗുരുമഹാരാജ് ഒരു ലെക്ചർ എടുത്തപ്പോൾ അതിന്റെ അകത്തു നിന്നാണ് അത് കോട്ട് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇസ്കോണിലുള്ള ഭക്തരെ സംബന്ധിച്ചിട്ട് അവർ ഈ യമനിയമങ്ങളൊക്കെ പാലിച്ച് നമ്മൾ പുറത്തുനിന്ന് പോയി കഴിക്കോ? ഇല്ല. അമിതാഹാരം, നമ്മൾ അത്യാഹാരം ഭഗവാൻ ശ്ലോകം പറയുന്നുണ്ട്. അത്യാഹാരം ഉപേക്ഷിച്ചു, എരിവും പുളിയും അങ്ങനെയൊക്കെയുള്ള അത് ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ എന്താണ്, സിനിമ കാഴ്ച ഉപയോഗിച്ചു, TV സീരിയൽ ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ബാക്കി എന്താണ്, നോൺ വെജ് ഉപേക്ഷിച്ചു, ഉള്ളിയും വെളുത്തുള്ളി ഉപേക്ഷിച്ചു, പുറത്ത് വലിയ ഫംഗ്ഷനും അവിടെ എവിടെയൊക്കെ അണിഞ്ഞൊരുങ്ങി പോകുന്നു, അത് ഉപേക്ഷിച്ചു. മിതമായ വസ്ത്രം ധരിക്കുന്നു, ലളിതമായ വസ്ത്രം, നമ്മൾ അണ്ടിമാല ധരിക്കുന്നു, തിലകം ധരിക്കുന്നു, ഇതെല്ലാം ധരിക്കുന്നു. അപ്പം നോക്കുമ്പോ ഇന്ദ്രിയങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല. ഇന്ദ്രിയങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് നമ്മൾ സേവയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് ആകെപ്പാടെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? മറ്റുള്ളവരുടെ കുറ്റം ശ്രവിക്കുക, മറ്റുള്ളവരുടെ കുറ്റം പറയുക, അല്ലെങ്കിൽ ഒരു ക്രോധം ഉണ്ടാകുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈഗോ ഉണ്ടാകുക, ജലസി ഉണ്ടാകുക. അപ്പൊ ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കാനായിട്ട് ഈ ഇത്രയും കാര്യം ഇതുകൂടെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്താണ്, അവര് എന്താണ് വേറെ പെർഫെക്ഷനിൽ എത്തി അവര് ഇതിലേക്ക് പോകുന്ന കാര്യം ഭഗവാന്റെ അടുത്ത ആളായി പോകും. ജ്ഞാനവും ഭക്തിയും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്താണ്, അവര് ഗോലോകത്തിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ആണ്. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയ മാതിരി ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഇന്ദ്രിയങ്ങള് എന്ത് ചെയ്യും, ഈ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ത്യജിച്ചു, ഇന്ദ്രിയങ്ങളെ അടക്കിയെങ്കിലും ഇങ്ങനെയുള്ള കുറെ കാര്യത്തിൽ ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ശരിക്കും നമ്മളുടെ ഇന്ദ്രിയങ്ങള് ഈ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ അതിൽ മാത്രമാണ് ഒരു എൻജോയ്മെന്റ്. ഒരാളുടെ കുറ്റം പറയാ, ഒരാളുടെ കുറ്റം കേൾക്കുക, അല്ലെങ്കിൽ
ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ക്രോധം ഉണ്ടാകുക, അല്ലെങ്കിൽ ഈഗോ ഉണ്ടാകുക, മറ്റൊരാളുടെ ജലസി അല്ലെങ്കിൽ അസൂയ ഉണ്ടാകുക. ഇങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾ സന്തോഷിക്കുന്നത്. അപ്പൊ അതാണ് എനിക്ക് ആൻസർ കിട്ടിയത്. ഞാനിത് ചോദിച്ചപ്പോഴത്തെ എനിക്ക് ആൻസർ കിട്ടിയതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇത് ഈ ഭക്ഷ്യവത് സേവനം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും പറയും വളരെ സിമ്പിൾ ആണെന്ന് പറയും. പക്ഷെ നമ്മൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കുറൂരമ്മയും പൂന്താനം ഒക്കെ ആണെങ്കിൽ വളരെ ഈസിയാണ്. നമ്മൾ അവരല്ലാത്തത് കൊണ്ട് നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം. അപരാധങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വൈഷ്ണവപരാധം പ്രത്യേകിച്ചും നമ്മൾ മറ്റുള്ള വൈഷ്ണവരെ കുറ്റം പറയുന്നത് നമ്മൾ കേൾക്കാനോ അത് സപ്പോർട്ട് ചെയ്യാനോ അതിനെ വീണ്ടും നമ്മൾ മറ്റൊരാളോട് പറഞ്ഞു നടക്കാനോ ഒന്നും തന്നെ ഒരുങ്ങരുത്. കാര്യം നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയിലുള്ള വെല്ലങ്ങ് തടികളാണ്. കാര്യം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ആസ്വദിക്കുകയാണ് ഒരാളുടെ കുറ്റം പറയുന്നത്. ശരിയല്ലേ? നമ്മൾ ഒരാളുടെ കുറ്റം ശ്രവിക്കാൻ ഒരുങ്ങുമ്പോഴും നമുക്ക് ഇച്ഛയുണ്ട്. കാര്യം അവർക്ക് എന്തെങ്കിലും ഒന്ന് വരട്ടെ, അവര് കാര്യം വലിയ പത്രാസം അടിച്ച് നടക്കുകയാണ്, കുറെ ലെക്ചറും എടുത്ത് ക്ലാസ്സും എടുത്ത്. അപ്പൊ അവരുടെ ഒരു കുറ്റം കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് സന്തോഷിക്കുകയാണ്. അവർക്ക് അങ്ങനെ വരണം എന്നൊരാഗ്രഹം. നമ്മൾ പുറമേ പറയും നമുക്ക് അങ്ങനെ ഇല്ല എന്ന് പറയും. പക്ഷെ ഉറപ്പാണ് നമ്മുടെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം കിടപ്പുണ്ട്. നമ്മളത് എൻജോയ് ചെയ്യുവാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എന്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, നിങ്ങളുടെ ആരുടെയും കാര്യമല്ല പറഞ്ഞ്. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ അത് സന്തോഷിക്കുകയാണ്. അപ്പൊ ഈ വിവർത്തനം നോക്കി, നമ്മൾ ഈ എടുത്ത 30ാമത്തെ ശ്ലോകത്തിലെ ഭൗതിക സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ വാസുദേവൻ അദ്ദേഹത്തിന്റെ സർവ അതിശയ ശക്തിയെ ആന്തരിക ശക്തിയാൽ കാര്യകാരണ ശക്തികളെ സൃഷ്ടിച്ചു. അപ്പൊ ഭൗതിക സൃഷ്ടിയുടെ ആരംഭത്തിൽ നമ്മൾ എങ്ങനെയാണ് സൃഷ്ടി കണ്ടത്, ഏതൊക്കെ സൃഷ്ടിയാണുള്ളത്, നമ്മൾ ഇനി സൃഷ്ടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല. ഏതൊക്കെ സൃഷ്ടിയാണ്? 2 തരത്തിലുള്ള സൃഷ്ടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതൊക്കെയാണ് ശശികല മാതാജി സർഗം പറഞ്ഞത്? വിസർഗം. സർഗ സൃഷ്ടിയും വിസർഗം. വിസർഗ സൃഷ്ടി. അപ്പൊ സർഗ സൃഷ്ടി എന്ന് പറഞ്ഞാൽ പരമദിവ്യോത്ത പുരുഷനാൽ നേരിട്ട് സൃഷ്ടിച്ച അദ്ദേഹത്തിന്റെ എന്താണ് പ്രൈമറി ഇൻകാർണേഷൻ, എക്സ്പാൻഷൻസ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ എന്താണ് ഒരു വിഭജനം മാത്രമാണ്. അദ്ദേഹം തന്നെ വിസ്തരിച്ച് പല രൂപത്തിലാകുന്നു ഓരോരോ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ലീലകൾക്ക് വേണ്ടിയിട്ട്. അതാരൊക്കെയായിരുന്നു? അത് ബലരാമനാണ് ആദ്യത്തെ വിസ്തരണം. ബലരാമനാണ് ആദ്യത്തെ വിസ്തരണം. പിന്നെ സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ എന്ന് പറഞ്ഞ 1ാം ചതുർവ്യൂഹം. പിന്നെ നാരായണൻ ഉണ്ടായി സംഘർഷനിൽ നിന്ന്. നാരായണിൽ നിന്ന് 2ാം ചതുർവ്യൂഹം, മഹാസംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. പിന്നെ അടുത്തത് എന്താണ് ഈ പറയുന്ന മഹാസംഘർഷനിൽ നിന്ന് പുരുഷാവതാരങ്ങൾ. കരണോദശയ വിഷ്ണു, ഗർഭോദശയ വിഷ്ണു, ക്ഷീരോദശയ വിഷ്ണു. അപ്പൊ അങ്ങനെ കാരണ ശക്തികളെ സൃഷ്ടിച്ചു. അവിടെ വരെ എത്തി അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ സൃഷ്ടി കണ്ടു. ഗർഭോദശയ വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മദേവൻ ഉത്ഭവിക്കുന്നു. അപ്പൊ അവിടെ വരെ കൊണ്ട് ഭഗവാന്റെ ആ ഒരു സൃഷ്ടി തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ ബ്രഹ്മദേവനാൽ സൃഷ്ടിക്കപ്പെടുന്ന അതാണ് സെക്കൻഡറി ക്രിയേഷൻസ്. അതിനെ നമ്മൾ വേറൊരു പേരിൽ പറയുമ്പോഴും വിസർഗ സൃഷ്ടി എന്ന് പറയുന്നു. അപ്പൊ വിസർഗ സൃഷ്ടിയുടെ മൂലകങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്? അതിലെ നമ്മൾ മഹത്തത്വവും അഹങ്കാരവും എല്ലാം കൂടെ വരുന്നത് 24 എലമെന്റ്സ് പ്ലസ് ജീവാത്മാവ്, പരമാത്മാവ്, ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ നേരത്തെ കണ്ടല്ലോ. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന കഷ്ണങ്ങളെല്ലാം മൊത്തം ഇൻഗ്രീഡിയൻസ് എന്താണ്? ആ സാമ്പാറിനുള്ളത് ഭഗവാൻ കൊടുത്തു, മസാല അടക്കം കൊടുത്തു അല്ലെ. ബ്രഹ്മദേവൻ എന്ത് ചെയ്യുന്നു? അത് എന്ത് ചെയ്യുന്നു? തീ ഉണ്ടാക്കുന്നു, വേവിക്കുന്നു, ഇളക്കിയെടുക്കുന്നു. ഇത്രയാണ് ബ്രഹ്മദേവൻ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ബ്രഹ്മദേവനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രജാപതിമാര് വീണ്ടും ആ സൃഷ്ടി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ ആന്തരിക ശക്തിയാൽ, അതായത് അദ്ദേഹത്തിന്റെ സർവാതിശയ ആന്തരിക ശക്തി ഏതാണ്? ഭഗവാന്റെ യോഗമായ. അപ്പൊ ഈ സൃഷ്ടി മുഴുവൻ ചെയ്യുന്നത് ഭഗവാന്റെ ആന്തരിക സൃഷ്ടിയുടെ കാരുണ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രഭാവം കൊണ്ടാണ്, അല്ലെങ്കിൽ ആന്തരിക ശക്തിയാണ് ഇതിലെല്ലാം ഇടപെടുന്നത്. അതായത് ഭഗവാന്റെ ഈ സൃഷ്ടിയൊക്കെ നടത്തുന്നത് ആന്തരിക ആത്മമായ എന്ന് പറയാം. ആത്മമായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ ആന്തരിക ശക്തി അല്ലെങ്കിൽ യോഗമായ ശക്തി കൊണ്ടാണ് ഇതെല്ലാം തന്നെ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ആന്തരിക ശക്തിയിൽ കാര്യകാരണ ശക്തികളെ സൃഷ്ടിച്ചു. അതായത് രാധാകൃഷ്ണന്മാരാണല്ലോ അല്ലെ ഈ സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് ആ രാധാറാണിയുടെ ആ ഒരു
ആ ഒരു കൃപയും പൊട്ടൻസിയും ആ ഒരു സാന്നിധ്യവും കൊണ്ടാണ് ഈ സൃഷ്ടികളെല്ലാം തന്നെ നടക്കുന്നത്. അപ്പം ഭഗവാൻ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾ ഏശാത്തവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ ഒരു പേരിൽ അറിയപ്പെടുന്ന എന്താണ്? നിർഗുണൻ. നമ്മൾ നിർഗുണൻ. മലയാളത്തിൽ പറയുന്ന നിർഗുണൻ അല്ല. ഇവനൊരു മൂന്ന് നിർഗുണനാണ്, ഒരു കാശിനും കൊള്ളത്തില്ല എന്ന് പറയുന്ന ആ നിർഗുണനല്ല, ഗുണാതീതൻ. ഗുണാതീതനാണ്. കാര്യം ഈ ഗുണാതീതൻ. ഭൗതിക പ്രകൃതിയെ ഗുണാതീതൻ. ഭഗവാൻ വന്നിട്ടല്ലേ ഭഗവാൻ സൃഷ്ടി വന്നത്. ഭഗവാനിൽ നിന്ന് അതെ. സൃഷ്ടി വന്ന ഈ ഭൗതിക പ്രകൃതി എപ്പോഴാ വന്നത്? ഈ ബ്രഹ്മദേവൻ കഴിഞ്ഞിട്ടാണല്ലോ ഭൗതിക പ്രകൃതിയും അതിന്റെ മൂലകങ്ങളും എല്ലാം വരുന്നത്. ബ്രഹ്മദേവന് സൃഷ്ടി അതെ. നടത്താൻ ഭഗവാനായിട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് അല്ലേ. അതെ. അപ്പോൾ ഈ രാമായണത്തില് ഇടയ്ക്കിടയ്ക്ക് രാവണൻ പറയുന്നുണ്ട് നിർഗുണൻ നിർഗുണൻ എന്ന് ഭഗവാന് നിർഗുണൻ, ശ്രീരാമൻ. അതെ അതെ. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഭൗതിക വസ്തുക്കൾ ഭഗവാന് ശേഷം വന്നതുകൊണ്ട് ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എങ്ങനെ ഭഗവാനെ ബാധിക്കും? ഇത് അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് എന്താണ് ഈ മായാവാദികളൊക്കെയാണ് പറയുന്നത് ഭഗവാൻ എന്താണ് ഈ ഭൗതിക ഗുണങ്ങൾക്ക് അടിമപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ തേജസ് എന്താണ് ഈ ഭൗതിക ഗുണങ്ങളിൽ പെട്ടിട്ട് കുറയുന്നു. പിന്നെ ഭഗവാൻ ഒരുപാട് അവതാരങ്ങൾ എക്സ്പാൻഷൻ എടുത്തത് കൊണ്ട് ഭഗവാന്റെ ശക്തി കുറയുന്നു. അപ്പൊ അത് കുറയുന്നില്ല എന്നൊരു ശ്ലോകം നമ്മള് ബ്രഹ്മസംഹിതയിൽ പഠിക്കുന്നുണ്ട്. എന്താണ് ഓർമ്മയുണ്ടത്? ദീപാർച്ചിരേവ ദശാന്തരം അഭ്യുദേയ എന്ന് പറയുന്ന ആ ശ്ലോകം. ഒരു ദീപത്തിൽ നിന്ന് അനേകായിരം ദീപങ്ങൾ കൊളുത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദീപത്തിന്റെ പ്രഭയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? എന്ന് പറഞ്ഞ പോലെ പരമദിവ്യോത്തമ പുരുഷന്റെ ആ ഒരു പ്രഭയ്ക്കും അദ്ദേഹത്തിന്റെ ശോഭയ്ക്കും അദ്ദേഹത്തിന്റെ ആ ദിവ്യത്വത്തിനും യാതൊരു കുറവ് സംഭവിക്കില്ല. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അവതാരങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതുപോലെ എക്സ്പാൻഷൻസ് ഉണ്ടായിക്കോട്ടെ, സെക്കൻഡറിയോ പ്രൈമറിയോ ടേർഷ്യറിയോ എന്ത് വേണേലും ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഭയ്ക്ക് ആ ആദ്യം കത്തിയിരുന്ന ദീപം എങ്ങനെയിരുന്നു അതുപോലെ തന്നെ ചില ഈ പ്രത്യേക ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ചെയ്യുന്നവർ പറയുന്നത് ഭഗവാന് ശക്തി കുറഞ്ഞു, ക്ഷയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഉള്ള സിദ്ധാന്തങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് മായാവാദ സിദ്ധാന്ത ഉപജ്ഞാതാവ് ശ്രീപാദ ശങ്കരാചാര്യർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ അതീന്ദ്രിയ അദ്ദേഹത്തിന്റെ ഭഗവത്ഗീത വ്യാഖ്യാനങ്ങളിൽ കൂടെ പറയുന്നുണ്ട്. കാര്യം മായാവാദി സിദ്ധാന്തം തന്നെ ഉണ്ടാക്കിയ ശ്രീ ശങ്കരാചാര്യർ വരെ ഇതിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതാരും അംഗീകരിക്കുന്നില്ല. നമ്മൾ വൈഷ്ണവർ അംഗീകരിക്കുന്നുണ്ട്, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ഈ കാര്യം മാത്രം അവർ പറയില്ല. ഭഗവാൻ സർവാത്മാ സമ്പൂർണനാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പൊ എന്താണ് പറഞ്ഞത്? ഓം പൂർണ്ണമത പൂർണ്ണമിതം. സമ്പൂർണമാണ് അല്ലെ? പൂർണ്ണമാണ്, സർവ സമ്പൂർണമാണ്. പൂർണ്ണമുദച്ച് ആ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം കുറച്ചു കഴിഞ്ഞാലും എന്താണ്? പൂർണ്ണം തന്നെ അവശേഷിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് ഒരു സംഖ്യ കുറച്ചു കഴിഞ്ഞാൽ എന്താണ്? പൂജ്യമാണ് അല്ലെ? പക്ഷെ ഭഗവാനിൽ നിന്ന് ഭഗവാൻ കുറച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ അവശേഷിക്കും. കാര്യം എന്താണ്? അങ്ങനെ കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും പറ്റാത്ത ഒരാളാണ് അല്ലെ? ആദിയും ഇല്ല, അന്തവും ഇല്ല, എല്ലാം സർവ്വവ്യാപിയുമാണ്. അപ്പൊ അങ്ങനെ ഒരാളെ എന്താണ് കുറച്ചാലോ കൂട്ടിയാലോ ഗുണിച്ചാലോ ഹരിച്ചാലോ ഒന്നും അദ്ദേഹത്തിന്റെ ഇതിലൊരു കുറവ് സംഭവിക്കത്തില്ല അല്ലെ? അപ്പൊ അങ്ങനെ ഭഗവാൻ സർവാത്മാ അദ്ദേഹത്തിന്റെ ആത്മീയ ഗുണങ്ങൾക്ക് തികച്ചും വ്യത്യസ്തങ്ങളായ ഭൗതിക ലോക ഗുണങ്ങളുമായി യാതൊരു ബന്ധമോ ഇടപാടുമോ ഇല്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മള് ഭഗവാന്റെ ഈ പറയുന്ന ഗുണങ്ങളെയോ ഇതേപോലെ ഭഗവാനെ പറ്റി പറയുന്ന കാര്യങ്ങളോ ഭൗതിക ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഒരിക്കലും പറയാൻ പോലും പാടില്ല. കാര്യം ഈ ഭൗതിക ഗുണങ്ങൾ എന്താണ്? ഭഗവാന് ശേഷം വന്നതാണ്. അല്ലെങ്കിൽ ഈ ഗുണങ്ങളെ ഭഗവാൻ എന്താണ്? ഇതിന്റെ അതീതനാണ്. ഈ ഗുണങ്ങൾ ഒരിക്കലും ഭഗവാനിൽ, നമ്മൾ ആ ഗുണങ്ങളിലാണ് ജീവിക്കുന്ന, മുങ്ങിത്താണിരിക്കുകയാണ്. ഭഗവാൻ ഇതിന് മുകളിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം ഈ ലോക ഗുണങ്ങളുമായിട്ടുള്ള യാതൊരു ബന്ധവും അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് അവജാനന്തി മാമൂടാം മാനുഷീൻ തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമ ഭൂതം മഹേശ്വര. മൂഢന്മാരായിട്ടുള്ള അല്ലയോ മനുഷ്യരെ നിങ്ങൾ ഇനിയെങ്കിലും വിചാരിക്കുക എന്താണ്? അവജാനന്തി മാമൂടാം, ഞാന് ഒരു മനുഷ്യനായിട്ട്, ഒരു കാലിച്ചക്കനായിട്ട് പിറന്നപ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. ഞാനൊരു മനുഷ്യനായിട്ട്
പിറന്നു. മനുഷ്യന്റെ ശരീരമായിട്ട് ജനിച്ചപ്പോൾ അതാണ് മാനുഷിൻ തനുമാശ്രിതം. പരംഭാവമജാനന്ദു, എന്റെ സുപ്രീമസി, ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന്. മമ ഭൂത മഹേശ്വരമാണ്, എല്ലാ ഭൂതങ്ങളുടെയും വെറും ഈശ്വരനല്ല ഞാൻ, എന്താണ് മഹേശ്വരനാണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ പരം വൈഭവം, എന്റെ പരമദിവ്യോത്തമ പുരുഷത്വം നിങ്ങൾ മനസ്സിലാക്കാത്തതാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും കാരണം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് മൈ സുപ്രീമസി. അത് നമ്മള് ശ്രീല പ്രഭുപാദരുടെ ഏത് വിവരത്തിനും മറ്റൊരാൾ എഴുതിയതൊന്നും ആസിറ്റീസ് അല്ലാത്തതിന്റെ കാരണം എന്താണ്? ശ്രീല പ്രഭുപാദർ ഏതെങ്കിലും ഒരു ഭാവാർത്ഥം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് സെഡ്, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ദ ഗോഡ് ഹെഡ് ഇൻസ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞ് എപ്പോഴും എവിടെ പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്നല്ലാതെ ഒരു പദം അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വിവർത്തനവും ഭാവാർത്ഥവും ഇപ്പോഴും എന്താണ് ഭയങ്കര പൊട്ടൻസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അദ്ദേഹത്തിന് ആ ആചാര്യന്മാർക്ക് എന്താണ് ഈ ഭഗവാന്റെ പരമദിവ്യോത്തമ പുരുഷൻ മനസ്സിലാക്കി, ശരിക്കും മനസ്സിലാക്കി നമ്മൾക്കത് പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. അതേ ഇതിൽ തന്നെ ഒരു വ്യത്യാസം കുറയാതെ അതേ ഇതിൽ തന്നെ നമ്മൾ അതേപടി ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലതേ വരുള്ളൂ. കാര്യം അത് നമ്മൾ ആ ഭഗവാനെ പറ്റി മനസ്സിലാക്കാത്തതാണ് നമ്മളുടെ ഈ കണ്ട വീഴ്ചയ്ക്കെല്ലാം കാരണമായിട്ടുള്ളത്. അടുത്ത 31ാമത്തെ ശ്ലോകം. തയാ വിലസിത വിലസിതേഷ്ണവേഷു ഗുണേഷു ഗുണവാനിവാം അന്ധപ്രവിഷ്ട ആപാദി വിജ്ഞാനേന വിജൃംഭിതഃ. തയാ വിലസിതേഷ്വേഷു ഗുണേഷു ഗുണവാനിവ അന്ധപ്രവിഷ്ട ആപാദി വിജ്ഞാനേന വിജൃംഭിതഃ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. തയാ വിലസിതേഷ്വേഷു ഗുണേഷു ഗുണവാനിവ അന്ധപ്രവിഷ്ട ആഭാതി വിജ്ഞാനേന വിജൃംഭിത. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കണം. അല്ല, ഇനി നമുക്ക് കൃഷ്ണമാരി മാതാജി ശ്ലോകം. തയാ വിലസിതേഷു ഗുണേഷു ഗുണവാനിവ അന്ധപ്രവിഷ്ട ആപാദി വിജ്ഞാനേന വിജൃംഭിതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. തയാ വിലാസിദേശേഷു ഗുണേഷു ഗുണവാനിവ അന്ധപ്രവിഷ്ട ആപാദി വിജ്ഞാനേന വിജൃംഭിത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് ജ്ഞാനാംബിക മാതാജി, അതിന്റെ പദാനുപദ തർജ്ജമ എന്ന് പറഞ്ഞ്. ഹരേ കൃഷ്ണ. തയ അവരാൽ വിലസിതേഷു കർമ്മത്തിലാണെന്ന് വരികിലും യേശു ഈ ഗുണേഷു ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾ ഗുണവാൻ ഗുണങ്ങളാൽ പ്രഭാവിതമാകുന്നു. ഇവ എന്ന പോലെ അന്ധ ഹൃദയസ്ഥനായി പ്രവിഷ്ട ഉള്ളിലേക്ക് പ്രവേശിക്കുക അല്ലെ വ്യാപീകരിക്കുക. ആപാതി അപ്രകാരം കാണായി വരിക. വിജ്ഞാനേന അതീന്ദ്രിയ അവബോധത്താൽ വിച്ഛ്രംഭിത പൂർണ്ണമായി പ്രബുദ്ധരായി തീരുക. വിവർത്തനം വായിക്കട്ടെ പ്രഭു. വായിച്ചു. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദജിക്ക്. ഭൗതിക തത്വങ്ങളുടെ സൃഷ്ടിക്ക് ശേഷം ഭഗവാൻ സ്വയം വിസ്തരിച്ച് അവയിൽ സന്നിവേശിച്ചു. അപ്രകാരം ഭഗവാൻ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുടെ സ്വാധീനതയിലായ ജീവസൃഷ്ടികൾക്കായി ആവിർഭവിച്ചു. എങ്കിലും ഭഗവാൻ തന്റെ അതീന്ദ്രിയ പദവിയിൽ സർവദാ പരിപൂരിത ജ്ഞാനോദ്ദീപമായി നിലകൊള്ളും. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് രാധിക മാതാജി, അതിന്റെ ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ വിഭിന്ന അവശ്യ ഘടകങ്ങളാകുന്ന ജീവാത്മാക്കൾ
മാത്രവുമല്ല ആത്മീയ രാജ്യത്തിന് അയോഗ്യരായ ബദ്ധാത്മാക്കൾ ഭൗതിക വസ്തുക്കളെ വിസ്തരിച്ച് അനുഭവിക്കാനായി ഭൗതിക ലോകത്തിൽ വിന്യസിച്ചിരിക്കുന്നു. പരമാത്മാവും ജീവാത്മാക്കളുടെ ശാശ്വത മിത്രവുമായ ഭഗവാൻ അദ്ദേഹത്തിന്റെ പൂർണ്ണാധികാരമുള്ള അംശങ്ങളാൽ ജീവാത്മാക്കളെ ഭൗതികാടിസ്ഥാനത്തിൽ നയിക്കുന്നതിനായി അവരുമായി സഹകരിക്കുന്നു. അപ്രകാരം അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയായിത്തീരുന്നു. ജീവാത്മാക്കൾ ഭൗതികാവസ്ഥകളിൽ ആനന്ദിക്കുമ്പോൾ ഭഗവാൻ ഭൗതികാന്തരീക്ഷത്താൽ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ പദവി പ്രഭാവിതമാകാതെ പരിരക്ഷിക്കുന്നു. വേദസാഹിത്യങ്ങളിൽ ഒരു വൃക്ഷത്തിൽ 2 പക്ഷികൾ ഇരിക്കുന്നതായി പ്രസ്താവിക്കുന്നു. ഒരു പക്ഷി വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കുന്നു, മറ്റേ പക്ഷി ഈ പ്രവൃത്തിക്ക് സാക്ഷിയാകുന്നു. ഇവിടെ സാക്ഷി ഭഗവാനും ഫലഭോജി ജീവാത്മാവും ആകുന്നു. ഫലഭോജി അതിന്റെ യഥാർത്ഥ അനന്യതയെ വിസ്മരിച്ച് ഭൗതികാവസ്ഥയിലുള്ള കർമ്മഫല ഹേതുവായ പ്രവർത്തനങ്ങളിൽ ആധിക്യമായി വ്യാപരിക്കുന്നു. എന്നാൽ ഭഗവാൻ, അതായത് പരമാത്മാവ്, സദാ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണാഭിജ്ഞനാണ്. പരമാത്മാവും ബദ്ധാത്മാവും തമ്മിലുള്ള അന്തരമാണിത്. ബദ്ധാത്മാവ്, ജീവസത്ത എന്നിവ പ്രകൃതി നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. എന്നാൽ പരമാത്മാവ് ഭൗതിക ശക്തിയുടെ നിയന്ത്രകനാകുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണ വളരെ നല്ല വ്യക്തമായിട്ട് ശില പ്രഭുപാദരുടെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നല്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭൗതിക തത്വങ്ങളുടെ സൃഷ്ടിക്ക് ശേഷം ഭഗവാൻ സ്വയം വിസ്തരിച്ച് അവയിൽ സന്നിവേശിച്ചു. അതെന്താണ്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇത് എവിടെ തൊട്ട് തുടങ്ങണം? ബ്രഹ്മാവ് തുടങ്ങിയ സൃഷ്ടി, അദ്ദേഹം ആരൊക്കെയാണ് സൃഷ്ടിച്ചത്? പ്രജാപതിമാരെയൊക്കെ സൃഷ്ടിച്ചു അല്ലെ. അതിനുശേഷം ഈ സൃഷ്ടിക്ക് തുടങ്ങാനായിട്ട് വീണ്ടും ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്തപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? 24 ഘടകങ്ങളെ കൊടുത്തു. എന്തൊക്കെയാണ് അതൊക്കെ? പഞ്ചഭൂതങ്ങള്, പഞ്ചഭൂതങ്ങൾ, പിന്നെ പഞ്ചഭൂതങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, പിന്നെ അതിന്റെ ഗുണങ്ങള്, പിന്നെ മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരം, പിന്നെ എന്താണ്? ടൈം, കാലം അല്ലെങ്കിൽ ടൈം. കർമ്മം, പിന്നെ അങ്ങനെ ജീവാത്മാവ്, 24ആയി. പരമാത്മാവ്. ജീവാത്മാവ്, പരമാത്മാവ്, അങ്ങനെ 2 കൂടെ ഭഗവാനായിട്ട് ഇട്ട് കൊടുത്തു. അതാണ് ഈ പ്രവേശിച്ചു എന്ന് പറഞ്ഞത്. സന്നിവേശിച്ചു. ആര്? പരമാത്മാവ് സന്നിവേശിച്ചു. അതായത് ആ പരമാത്മാവ് ആരാണ്? ജീവാത്മാവായിട്ട് അല്ലെ? അല്ല, അദ്ദേഹത്തിന്റെ പേരെന്താണ്? വിഷ്ണു. ക്ഷീരോദശകായി വിഷ്ണു. അപ്പം നമുക്കിത് ആ ഒരു ജീവാത്മാവ് അവിടെ സന്നിവേശിച്ചാൽ പോലും തന്നെ അതിന് ജീവനാകില്ല. കാര്യം പരമാത്മാവിടെ ആയാൽ മാത്രമേ അവിടെ പൂർണ്ണമാകുകയുള്ളൂ. അങ്ങനെ അപ്രകാരം ഭഗവാൻ ഭൗതിക പ്രകൃതിയിലെ ഗുണങ്ങളുടെ സ്വാധീനതയിലായ ജീവസൃഷ്ടികൾക്കായി ആവിർഭവിച്ചു. അപ്പൊ എന്തിനാണ് ഭഗവാൻ അവിടെ ആ പരമാത്മാവായിട്ട് ഓരോ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ കയറിയത്? ഈ 25 കൊണ്ട് നിന്നില്ല, 26-മതായിട്ട് ഭഗവാനോട് വന്നിരുന്നു. കാര്യം ഭഗവാന്റെ അഹൈതുകമായ കൃപ നമ്മൾ ഓരോരുത്തരോടും ഉള്ളത് കൊണ്ടാണ്. ഇവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നമുക്കൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് സ്വഭവനത്തിലേക്ക് പോകണം നമുക്ക് ആഗ്രഹമുണ്ട്. ആ സ്വഭവനത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴേ ഈ കുറച്ചു പേരെങ്കിലും ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. അപ്പം ഈ ഉള്ളിലിരിക്കുന്ന ഭഗവാന് സർവസാക്ഷിയാണ്. അദ്ദേഹം പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ആകുന്നില്ല എങ്കിലും ഇദ്ദേഹത്തിന് നല്ല ആഗ്രഹമുണ്ട്. സ്വന്തം മക്കൾക്ക് ഏത് അച്ഛനമ്മമാർക്ക് ആഗ്രഹം ഇല്ലാത്തത്? അവിടെ നമ്മളെ കാത്തവിടെ ഒരു അമ്മ ഇരിപ്പുണ്ട് അല്ലെ, നമ്മൾ വരുന്നത് നോക്കി അല്ലെ. അപ്പൊ അങ്ങനെ നമ്മളെല്ലാവർക്കും തിരിച്ചു പോകേണ്ടവരാണ്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. ഇതാണ് നമുക്ക് പറ്റുന്ന അവസ്ഥ. നമുക്ക് മറവി, അല്ലെങ്കിൽ നമ്മൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ നമ്മൾ ഇതിനെ മറയ്ക്കപ്പെടുന്നു, അല്ലെങ്കിൽ കർട്ടനിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. അദ്ദേഹം എല്ലാത്തിനും സാക്ഷിയാണെന്നുള്ള കാര്യം അറിയുന്നില്ല. നമ്മൾ ഇവിടെ എല്ലാം കർട്ടനിട്ട് മറച്ചിട്ടുണ്ട്, നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ഈ ഭഗവാൻ ഈ ജീവസൃഷ്ടികളോടുള്ള കാരുണ്യം കൊണ്ട് ആവിർഭവിച്ചു എന്ന് പറയുന്നു. എങ്കിലും ഭഗവാൻ തന്റെ അതീന്ദ്രിയ പദവിയിൽ സർവദാ പരിപൂരിത ജ്ഞാന ദീപമായി നിലകൊള്ളുന്നു. അപ്പോ അതാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണ് പത്മപുരാണം പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ ഈ ജീവാത്മാവിനും പരമാത്മാവിനും എങ്ങനെയാണ് ഒരു വൃക്ഷത്തിന്റെ
രണ്ട് ശാഖകളിൽ രണ്ട് ഇരിക്കുന്ന പക്ഷികൾ. രണ്ട് പക്ഷികളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെ താഴത്തെ ശാഖയിൽ ഇരിക്കുന്ന പക്ഷി എന്ന് പറഞ്ഞാൽ ജീവാത്മാവായിട്ട് കരുതുന്നു. താഴത്തെ ശാഖയിൽ ഇരിക്കുന്ന പക്ഷി. അപ്പൊ ആ പക്ഷി എന്ത് ചെയ്യുന്നു? ചുറ്റോട് ചുറ്റുള്ള മരങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തിനെയാണ് തേടുന്നത്? അതിന് ഇര അല്ലെങ്കിൽ ഭക്ഷണം തേടുന്നു. ഭോഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കുള്ള ഭോക്താവ് ആരാണ്? ഭഗവാനാണ് അല്ലെ? ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുകൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതേ എന്നാണ് ഭഗവാൻ പറയുന്നത്. 5:29 പറയുന്നത് എന്താണ്? സുകൃതം, ഞാൻ എല്ലാവരുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ്. ഞാൻ എല്ലാവർക്കും നല്ലത് മാത്രമേ വരാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആർക്കും മോശം വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുടെയും സുഹൃത്താണ് എന്ന് ഭഗവാൻ പറയുന്നു. ശാന്തി, അതാണ് ശാന്തി മന്ത്രം. ഭഗവത്ഗീതയിലെ ശാന്തി മന്ത്രമായിട്ടാണ് അതിനെ പറയപ്പെടുന്നത് അല്ലെ? ശാന്തി, ഞാൻ എല്ലാവർക്കും സമാധാനവും ശാന്തിയും നല്ലത് വരാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ പക്ഷെ എല്ലാത്തിന്റെയും ഭോക്താവാണ്. പക്ഷെ ഈ താഴെ ഇരിക്കുന്ന ജീവാത്മാവായിട്ട് കിളി എന്താ വിചാരിക്കുന്നത്? ഈ ചുറ്റുമുള്ള മരങ്ങളിൽ എനിക്ക് ഇഷ്ടമുള്ള ഫലങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് അവിടെ എല്ലാം പരതിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാ ഇതിന്റെയും എന്താണ് പരമനിയന്താവും അതുപോലെ ഈ ഭോഗങ്ങളുടെ എല്ലാം അധിപതിയും ഇതിനെല്ലാം സൃഷ്ടിച്ച ആളും ആയിട്ടുള്ള എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിട്ടുള്ള ആള് തൊട്ടു മുകളിൽ ഉള്ള ശിഖരത്തിൽ ഇരിക്കുന്നുണ്ടെന്ന് ഈ പക്ഷി ഒരിക്കൽ പോലും കണക്കാക്കുന്നില്ല. കാര്യം അദ്ദേഹം എന്ത് ചെയ്യുന്നു? എന്നെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് മുകളിലിരിക്കുന്ന അവിടുത്തെ കിളി താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതൊന്ന് നോക്കിയാൽ മതിയായിരുന്നു വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, കാത്തിരിക്കുക, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ഈ ദൃഷ്ടി ഒന്ന് തിരിഞ്ഞ് മുകളിലേക്ക് ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരിക്കൽ പോലും നമ്മളാരും ശ്രമിക്കുന്നില്ല. ഇത് എപ്പം നോക്കുവോ ആ സമയത്താണ് യോഗ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് അല്ലേ? ഈ തിരിഞ്ഞു നോക്കുക, എല്ലാരും പറയും നീ നിന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക. ശ്രീനാരായണ ഗുരുവും പറഞ്ഞിട്ടില്ല അല്ലെ? ഉള്ളിലേക്ക് നോക്കുക. അതുകൊണ്ടല്ലേ കണ്ണാടി വെച്ചല്ലേ, കണ്ണാടി പ്രതിമ അദ്ദേഹം വെച്ചത്. പക്ഷെ അതൊക്കെ അദ്വൈതം മായാവാദത്തിന്റെ ആ ശങ്കരാചാര്യരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ്. എഴുത്തച്ഛൻ പോലും ഒരുപാട് ഈ പറയുന്ന പോലെ ആ ഇൻഫ്ലുവൻസിൽ അന്ന് ഒരേ കാലഘട്ടത്തിലാണ് ഇവരൊക്കെ ജീവിച്ചിരുന്നത്. എഴുത്തച്ഛനും പിന്നെ ശങ്കരാചാര്യർ അതിന് കുറച്ചുകൂടെ മുൻപിലായിരുന്നു. എന്നാലും നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. ശരിക്കും ഒരു മായാവാദി അത് വായിച്ചു കഴിഞ്ഞാൽ, എഴുത്തച്ഛൻ എഴുതിയത് അത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടു. അപ്പൊ അതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ശരി, നമ്മള് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. രാമായണത്തിൽ തന്നെ പലതവണയും പറയുന്നുണ്ട് എഴുത്തച്ഛൻ എഴുതിയ വിവർത്തനത്തിൽ ഒന്നാണെന്നുള്ളത്. അപ്പൊ വാട്ടവർ, അപ്പൊ ഒരിക്കൽ പോലും നമ്മള് എന്താണ് ഈ പറയുന്ന പരമാത്മാവിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ പരമാത്മാവിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ജീവിതം ധന്യമായി. നമ്മൾ ഭഗവാനെ അറിയുക എന്നുള്ളതാണല്ലോ നമ്മൾ ഏറ്റവും ഒരു ജീവിതത്തിൽ ഒരു ജീവാത്മാവ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. ഭഗവാനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. നമ്മൾ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കാനോ അറിയാനോ ശ്രമിക്കുന്നില്ല. നമുക്ക് എല്ലാമായി. വേറൊന്നും തന്നെ ഒരാൾക്ക് അറിയേണ്ട ആവശ്യമേ ഇല്ലാന്ന് ശ്രീല പ്രഭുപാദര് പലതവണ പറഞ്ഞിട്ടുണ്ട്. പരമാത്മാവും ബദ്ധാത്മാവും അന്തരമുണ്ട്. ഇത് രണ്ടും ഒരിക്കലും ഒന്നല്ല. ബദ്ധാത്മാവാണ് നമ്മൾ അല്ലെ? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ബന്ധിതരാണ് നമ്മള്. അപ്പം ഈ പ്രകൃതി നിയമങ്ങളാൽ അതുകൊണ്ട് നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നു. നമ്മളെ നിയന്ത്രിക്കുന്നത് പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ്. എന്നാൽ പരമാത്മാവ് ഭൗതിക ശക്തിയുടെ എന്നാൽ പരമാത്മാവ് ആണ് ഈ ഭൗതിക പ്രകൃതിയെ കൂടി നിയന്ത്രിക്കുന്നത്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് ഈ ഭൗതിക പ്രകൃതിയുടെ നിയന്താവ് ആണെങ്കിലും എന്താണ് നമ്മളെ ഭൗതിക പ്രകൃതി നിയന്ത്രിക്കുന്നു, ഭൗതിക പ്രകൃതിയെ പരമാത്മാവ് നിയന്ത്രിക്കുന്നു. ഇതിങ്ങനെ ഒരു ശൃംഖലയാണ് അല്ലെ? പരമാത്മാവ് നമ്മളെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പക്ഷെ പരമാത്മാവിന്റെ നിയന്ത്രണ പരിധിയിലുള്ള ഭൗതിക പ്രകൃതി നമ്മളെ നിയന്ത്രിക്കുന്നു. മനസ്സിലായില്ലേ? ഇദ്ദേഹം എന്താണ്? നമ്മുടെ വെൽവിഷറാണ്, നമ്മളുടെ അഭ്യുദയകാംക്ഷിയാണ്, നമ്മൾ നിരീക്ഷകനാണ് അല്ലെ? ഒരു ജീവാത്മാവായ കിളി ആസ്വാദകനും പരമാത്മാവായുള്ള കിളി എന്താണ്? നിരീക്ഷകനുമാണ്. അപ്പൊ ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് ഒരു ഇല പോലും അനങ്ങുന്നത് ഭഗവാൻ അറിയാതെ നടക്കില്ല എന്ന് പറയുന്നത്. ഒരു ഇല അനങ്ങളിലും ഭഗവാൻ അറിയുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ മരങ്ങളുടെ ഉള്ളിലും പരമാത്മാവായിട്ട് ഭഗവാൻ ഇരിപ്പുണ്ട്. അപ്പൊ ഇല അനങ്ങിയാൽ ഭഗവാൻ അറിയാതിരിക്കുവോ? എല്ലാ ജീവനുള്ള ഏതൊരു
വസ്തുവിന്റെ ഉള്ളിൽ ഭഗവാൻ പരമാത്മാവായിട്ട് ഇരിപ്പുണ്ട്. ഭഗവാൻ ഒരേ സമയം എവിടേക്ക് ഇരിപ്പുണ്ട്? ഈ സർവ പ്രപഞ്ചങ്ങളിലും പ്രപഞ്ച സ്വരൂപത്തിൽ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നതോടൊപ്പം തന്നെ ഭഗവാൻ എവിടേക്ക് ഇരിക്കുന്നു? ഭക്തരുടെ എല്ലാം ഹൃദയത്തിലിരിക്കുന്നു. അതുപോലെ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ടിരിക്കുന്നു. പിന്നെ അടുത്ത് എന്താണ്? ഭക്തരുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് ചൈത്യ ഗുരുവായിട്ടിരിക്കുന്നു. ബാക്കിയുള്ളവരുടെയൊക്കെ ഹൃദയത്തിൽ എല്ലാ ജീവജാലങ്ങളിൽ പരമാത്മാവായിട്ടിരിക്കുന്നു. ഗോലോക വൃന്ദാവനത്തിൽ ദ്വിഭുജ മുരളീധര ത്രിഭംഗ ശ്യാമസുന്ദര രൂപത്തിലിരിക്കുന്നു. വൈകുണ്ഠത്തിൽ അസംഖ്യം വൈകുണ്ഠ ലോകങ്ങളിൽ ചതുർഭുജ നാരായണ രൂപത്തിലും ഇരിക്കുന്നു. അതാണ് ഭഗവാന് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. വേറെ ആർക്കെങ്കിലും പറ്റുമോ? നമ്മൾക്ക് ഇവിടെ ഡ്യുവൽ പേഴ്സണാലിറ്റി കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ അതിൽ കുമ്പിടി എന്ന് വിളിക്കും അല്ലേ? ചിലരുണ്ടല്ലോ ഇവിടെ അവിടെ എല്ലാം കാണുന്നല്ലേ. ഹരേ കൃഷ്ണ. നമ്മൾ ആ ഒരു സിനിമ ഇപ്പോഴും ഓർക്കുന്നു. ആ നന്ദനത്തിലെ ആ ജഗദീശ്വരന്മാരെ തലമുടിയൊക്കെ വെച്ചിട്ട് ഉള്ള ആ ഒരു രംഗം. പിന്നീടാണ് അറിഞ്ഞത് അതൊരു സ്ഥലപ്പേരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ക്ലാസ്സിൽ അല്ലേ. പാലക്കാട് ജില്ലയില് ഉള്ള ഒരു സ്ഥലപ്പേരാണ് കുമ്പിടി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയാണ് ഞാൻ പറഞ്ഞ വരാഹ ഭൂമിദേവി ക്ഷേത്രം ഉള്ളത്. പ്രഭുവിനെ അറിയുന്ന ആരോ അവിടെ പോയി മണ്ണ് പൂജിച്ചു. ഒരു മാതാജി നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ്. ആ മാതാജി അവിടെ പോയി ഒരു വഴിപാട് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ സ്ഥലം വിൽപ്പന നടന്നു. അതുപോലെ തന്നെ ബാക്കി കുറെ പ്രശ്നങ്ങൾ, അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ ദോഷങ്ങൾക്കും നമ്മള് 4 മൂലയിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ട് അവിടെ ഒരു പൂജ ചെയ്താൽ മതി, വിൽപ്പന നടക്കും. അതുപോലെ തന്നെ വീട് വെക്കാനുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക്, മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് നടക്കും. അങ്ങനെയാണ് പറയപ്പെടുന്നത്. മാതാജി അത് പൂർണ്ണമായിട്ട് മാതാജിക്ക് അത് അനുഭവത്തിൽ വന്നുകൊണ്ട് മാതാജി അത് ഷെയർ ചെയ്തു. അതുപോലെ തന്നെ അങ്ങനെ പ്രഭുവിനെ അറിയാവുന്ന ആരോടെങ്കിലും ഒക്കെ അത് പറയൂ എന്ന് പറഞ്ഞു, ആരെങ്കിലും ഇങ്ങനെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ. അപ്പൊ അടുത്തത് 32ാമത്തെ ശ്ലോകം. യഥാ ഹ്യവഹിതോ വാഹ നിർദാരുഷ്വേക സ്വയോനിഷു സ്നാനേവ ഭാതി വിശ്വാത്മകാ ഭൂതേഷു ച തഥാ പുമാൻ. യഥാ ഹ്യവഹിതോ വഹ നിർദാരുഷ്വേക സ്വയോനിഷു നാനേവ ഭാതി വിശ്വാത്മകാ ഭൂതേഷു ച തഥാ പുമാൻ. ഹരേ കൃഷ്ണ. ശ്ലോകം കൃഷ്ണകുമാരി മാതാജി. മാതാജി ഇല്ല. പത്മ മാതാജി. ഹരേ കൃഷ്ണ. യഥാ ഹ്യവിഹിതോ വന്യർദാരുഷ്വേക സ്വയോനിഷു ജ്ഞാനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. യഥാ ഹൈ അവഹിതോ വഹ്നിർ ദാരുഷ്വേക സ്വയോനിഷു നാനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി അതിന്റെ പദാനുപദ തർജ്ജമ. ഹരേ കൃഷ്ണ. യഥാ അത്രത്തോളം ഹി ശരിക്കും അതേപോലെ അവഹീത അമിത ഭാരം ചുമത്തി അഗ്നി ദാരുഷു തടി ഏക സ്വയോനിഷു ആവിഷ്കൃത രൂപങ്ങളുടെ സ്രോതസ് ജ്ഞാനായുവ വ്യത്യസ്ത സത്തകളെ പോലെ ഭാതി പ്രകാശിക്കുന്ന വിശ്വാത്മാ ഭഗവാൻ പരമാത്മാവിനെ പോലെ ഭൂതേഷു ജീവാത്മാക്കളെ യഥാ അതേ രീതിയിൽ പുമാൻ പരമപുരുഷൻ. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുപാദ് കീ ജയ്. വിവർത്തനം. തടിയിൽ അഗ്നി സർവത്ര വ്യാപിക്കുന്നത് പോലെ ഭഗവാൻ പരമാത്മാവായി സർവ വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നു. ആകയാൽ ദ്വിതീയനല്ലാത്ത നിജാതീന ഏകനായിട്ടും ഭഗവാൻ അസംഖ്യം വിഭിന്ന അവസ്ഥകളിൽ പ്രത്യക്ഷമാകുന്നു. ഭാവാർത്ഥം ശശികല മാതാജി. ഭാവാർത്ഥം ജയശീല പ്രഭാത്. പരമദിവ്യോത്തമ പുരുഷനായ വാസുദേവ ഭഗവാൻ അദ്ദേഹത്തിന്റെ പൂർണ്ണാംശങ്ങളിൽ ഒന്നിനെ സ്വയം വിസ്തരിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അണുശക്തിയിൽ പോലും ഭഗവാന്റെ അസ്തിത്വം വീക്ഷിക്കാനാവും.
ദ്രവ്യവും പ്രതിദ്രവ്യവും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഭഗവാന്റെ സവിശേഷതയുടെ വ്യത്യസ്ത ലക്ഷണങ്ങളാണ്. വിറകിൽ നിന്നും അഗ്നി ആവിർഭവിക്കുന്നു, ക്ഷീരത്തിൽ നിന്നും തൈര് കടഞ്ഞെടുക്കാം. അപ്രകാരം ഉപനിഷത്തുക്കൾ, വേദാന്തം പോലുള്ള വേദസാഹിത്യങ്ങൾ സവിശേഷമായി പ്രതിപാദിച്ചിരിക്കുന്ന അതീന്ദ്രിയ വിഷയങ്ങളുടെ നിയമാനുസൃതമായ ശ്രവണ കീർത്തനത്താൽ ഭഗവാന്റെ സാന്നിധ്യം പരമാത്മാവായി അനുഭവഗോചരമാകുന്നു. ഈ വേദസാഹിത്യങ്ങളുടെ ഉത്തമ വിശ്വാസയോഗ്യമായ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. അതീന്ദ്രിയ സന്ദേശ ശ്രവണത്തിലൂടെ ഭഗവാനെ സാക്ഷാത്കരിക്കാം. അതീന്ദ്രിയ വിഷയത്തെ അനുഭവിച്ചറിയാനുള്ള ഏക മാർഗമാണ് ഇത്. മറ്റൊരു അഗ്നിയിൽ നിന്നും വിറകിലേക്ക് അഗ്നി പകരുന്നത് പോലെ മറ്റൊരു ദിവ്യാനുഗ്രഹത്തിൽ നിന്നും മനുജന്റെ ദിവ്യബോധത്തെ ഉജ്ജ്വലിപ്പിക്കുന്നു. ആത്മീയ ആചാര്യൻ തന്റെ ദിവ്യകൃപയാൽ ജീവാത്മാക്കൾക്ക് ശ്രവണേന്ദ്രിയത്തിലൂടെ ഉചിതമായ ആത്മീയ സന്ദേശങ്ങൾ പകർന്നു നൽകുന്നു. ആകയാൽ ഒരാൾ വിനയാന്വിതനായി ശ്രവണ മനോഭാവത്തോടെ മാത്രമേ യഥാർത്ഥ ആത്മീയ ആചാര്യനെ സമീപിക്കാവൂ. അപ്രകാരമാകിയാൽ ദിവ്യ അസ്തിത്വത്തെ ക്രമേണ സാക്ഷാത്കരിക്കാം. മൃഗത്വവും മനുഷ്യത്വവും തമ്മിലുള്ള പ്രധാന അന്തരം ഈ പ്രക്രിയയിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. യഥോചിതമായി ശ്രവിക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നു, എന്നാൽ മൃഗത്തിന് കഴിവില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തടിയിൽ അഗ്നി സർവത്ര വ്യാപിച്ചിരിക്കുന്നത് പോലെ ഭഗവാൻ പരമാത്മാവായി സർവ്വ വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ നമുക്കത് അറിയാം, ഭഗവാൻ എല്ലായിടത്തും തന്നെ വ്യാപിച്ചിരിക്കുന്നു എന്നല്ലേ. ഒരു തടിയിൽ വിറകിൽ തീ കൊളുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ എല്ലാ സ്ഥലത്തും വ്യാപിക്കുന്നെന്ന് പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും ഉള്ളിൽ പരമാത്മാവായിട്ട് വിന്യസിച്ചിരിക്കുന്നു. ആകയാൽ ദ്വിതീയനല്ലാത്ത നിജാതീന ഏകനായിട്ടും ഭഗവാൻ അസംഖ്യ വിഭിന്ന അവസ്ഥകളിൽ പ്രത്യക്ഷപ്പെടുന്നു. അതെന്താണ് ഉദ്ദേശിച്ചത്? ദ്വിതീയത്വം എന്ന് പറഞ്ഞാൽ രണ്ട് അല്ലേ. അപ്പം ഭഗവാൻ ഏകനായിട്ടും ഒന്നായിട്ടും അസംഖ്യ വിഭിന്ന അവസ്ഥകളിൽ അതായത് ഭഗവാൻ ഒരുപാട് രാമാദി മൂർത്തിഷു കലാനിയമേന തിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഭഗവാൻ രാമൻ, നരസിംഹൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭഗവാന്റെ സ്വവിസ്തരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ സെക്കൻഡറി ക്രിയേഷൻസ് ഉണ്ട്. അതുപോലെ പുരുഷാവതാരങ്ങളെ, കലാവതാരങ്ങളെ, അനന്തരാവതാരങ്ങളെ, ശക്തിയാവേശ അവതാരങ്ങളെ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വിഭിന്ന രീതിയിലുള്ള അവതാരങ്ങൾ ഒക്കെ എടുത്തിട്ടുണ്ട്. ഭഗവാൻ ഒരേ സമയം തന്നെ ദ്വിജനാണ്, അദ്വൈതനാണ്, അതുപോലെ തന്നെ ദ്വൈതനുമാണ് അല്ലെ. ഇത് ആർക്ക് പറ്റൂല്ല, അദ്വൈതനും ദ്വൈതനുമാണ്. ഭഗവാൻ ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒന്നാണ്. എല്ലാം പ്രപഞ്ചത്തിന്റെ ആ ഒരു രീതി. അതുകൊണ്ടല്ലേ അചിന്ത്യ ഭേദഭേദ തത്വം എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു ആ ഒരു സിദ്ധാന്തം ഉണ്ടാക്കി അല്ലേ. ജീവാത്മാവും പരമാത്മാവും ഒന്നാണോ? ഒന്നാണ്. എങ്ങനെയാണ് ഒന്നാകുന്നത്? ഗുണത്തിലൊന്നാണ്. അല്ലെ. ഒന്നല്ലേ എന്ന് ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല, രണ്ടാണ്. എന്താണ്? അളവിൽ രണ്ടാണ്. അതുകൊണ്ട് അചിന്ത്യ ഭേദം. ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാണ്. ഒന്ന് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല, രണ്ടും രണ്ടാണ്. അപ്പൊ ഇത് നമ്മളല്ലേ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതു താൻ അല്ലയോ ഇത് അല്ലെ എന്ന് പറഞ്ഞു. എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൽപ്രേക്ഷക അലങ്കൃതി എന്ന് പറഞ്ഞൊരു നമ്മള് വൃത്തമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ സ്കൂളില്. അതുമായിട്ട് ബന്ധമില്ലെങ്കിലും അല്ല, അലങ്കാരം അതുമായിട്ട് ബന്ധമില്ലെങ്കിലും അതു താൻ അല്ലയോ എന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ ഈ ഒരു പദം ഇവിടെ ഉപയോഗിച്ചത്, ഈ ഒരു സാമ്യം ഇവിടെ പെടുത്തിയത്. അപ്പൊ എന്താണ് പറയുന്നത്? ഇത് അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടല്ല, ഒന്നാണ്. ഒന്നാണ്. എങ്ങനെയാ ഒന്നാകുന്നത്? ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹം വ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അംശങ്ങളാണ് നമ്മളാണ് ജീവാത്മാക്കൾ അല്ലേ. അദ്ദേഹം ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ചാകാരനായിട്ട് വരുമ്പോൾ ഈ പറയുന്ന അദ്ദേഹം ഒന്നാണ്, എല്ലാം അദ്ദേഹം തന്നെയാണ്. ആ അദ്വൈത വാദികൾ ആ ഒരു രീതിയിലാണ്. അദ്ദേഹത്തിന് രൂപമില്ല, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ഈ അതായത് വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതകൃത് ഭൂതവൃത് ഭാവോ ഭൂതാത്മ ഭൂതഭാവന അല്ലേ. ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മച്ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷരയേവച എന്ന് പറയുന്നല്ലേ. വിശ്വം പ്രപഞ്ചം മുഴുവനും. വിശ്വം വിഷ്ണു എന്ന് പറഞ്ഞാലും സർവ്വവ്യാപി എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലെ. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ എന്നാൽ
ദ്വിതീയനാണ്, അദ്ദേഹം രണ്ടുമാണ്. അല്ല, അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മള് ഇത് രണ്ടുമാണ്, ജീവാത്മാവും പരമാത്മാവായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് ശക്തിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് നമ്മളപ്പോ. അദ്ദേഹത്തിന്റെ 3 ശക്തികളെ പറ്റി പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? അന്തരംഗ ശക്തി, ശക്തി, ബഹിരംഗ ശക്തി, ബഹിരംഗ തടസ്സ ശക്തി, തടസ്സ ശക്തി. അതിന്റെ ഉള്ളിൽ നിൽക്കുകയാണല്ലോ. അപ്പൊ ഈ തടസ്സ ശക്തി എന്ന് പറയുന്നതാണ് നമ്മള്, അല്ലേ? നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം നമ്മള് എങ്ങോട്ടേക്ക് പോകണമെന്നില്ല. അന്തരംഗ ശക്തിയിലേക്ക് പോകണോ അതോ ഈ പറയുന്ന ബഹിരംഗ ശക്തിയിലേക്ക് പോകണോ എന്ന് നമ്മൾക്ക് ജീവാത്മാവിന് തിരഞ്ഞെടുക്കാനുള്ള അവകാശവും പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ സ്വാതന്ത്ര്യം നമ്മൾ മിസ്യൂസ് ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും പറ്റുന്നത്. ഈ സ്വാതന്ത്ര്യം ഒരു പൊടിക്കിടയിൽ ഒരു സ്വാതന്ത്ര്യം തന്ന് നമ്മളെ ഇങ്ങോട്ടേക്ക് വിട്ടു കഴിഞ്ഞപ്പോ നമ്മൾ ഓർത്തു ഇതെന്താണ്, നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് നമ്മൾ വിചാരിച്ചതാണ് നമ്മളുടെ എല്ലാവരുടെയും തോൽവിയുടെ കാര്യം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും പറ്റിയൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഭഗവാന്റെ സൃഷ്ടിയാണ്. അതുപോലെ തന്നെ ഉപനിഷത്തുക്കള് എന്താണ്? സർവോപനിഷത്തോ ഭാവോ ദോഗ്ധ ഗോപാലനന്ദന ദുഗ്ധം ഗീതാമൃതം മഹത്ത് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? എല്ലാ ഉപനിഷത്തുക്കളുടെ സംഗ്രഹമായിട്ട് എന്താണ് നമ്മൾ ഭഗവത്ഗീത നമുക്ക് തന്നു. അപ്പൊ ഉപനിഷത്തുക്കളൊക്കെ എന്താണ്? ഒരു വേദമാകുന്ന ആ ആ പശുവിൽ നിന്ന് കറന്നെടുക്കുന്ന ആ ഒരു സത്താണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്, വേദങ്ങളുടെയൊക്കെ സത്ത്. അപ്പൊ ആ ഉപനിഷത്തുക്കളൊക്കെ പഠിച്ച് അതിന്റെ അന്ത്യത്തിൽ വേദാന്തം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് അറിയുന്നത്? ഭഗവാനെയാണ് അറിയുന്നത്. അപ്പം ഇത് കഥാശ്രവണങ്ങളിലൂടെ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കണം. ആരിൽ നിന്ന്? നമ്മൾ ശ്രവിച്ചു മനസ്സിലാക്കണം, ഒരു ഗുരുവിൽ നിന്ന്. എങ്ങനെയാണ് നമ്മൾ ഗുരുവിനോട് ചോദിക്കേണ്ടത്? വളരെ എളിമയോട് ചോദിക്കണം. ആ ശ്ലോകം ഏതാണ്? ഏത് ശ്ലോകത്തിലാണ് അത് പറയുന്നത്? തദ്വിത്തി പ്രണിപാതേന പരിപ്രശ്നേന സേവയ 4:34 തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. സേവയാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സേവയൊക്കെ ചെയ്തു കൊടുത്ത് നല്ല എളിമയോടുകൂടി ചോദിക്കണം, അല്ലെ? നമ്മൾ അറിയാൻ ആഗ്രഹമുള്ള രീതിയിൽ ചോദിക്കണം. അദ്ദേഹത്തെ പരീക്ഷിക്കാനുള്ള രീതിയിൽ ആയിരിക്കരുത് ഒരിക്കലും ചോദിക്കേണ്ടത്. പരിപ്രശ്നൻ സേവ ഉപദേശന്തി തേ ജ്ഞാനം. അപ്പൊ അദ്ദേഹം ഉപദേശമായിട്ട് ആ ജ്ഞാനം മുഴുവനും പറഞ്ഞ് ഉപദേശന്തി തേ ജ്ഞാനിന തത്വദർശിന. അദ്ദേഹം തത്വദർശിയാണ്, ഭഗവാനെ അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ജ്ഞാനം പറഞ്ഞു തരാൻ സാധിക്കും. അപ്പൊ നമ്മൾ ശ്രവണത്തിൽ കൂടി വേണം ഇത് മനസ്സിലാക്കാനായിട്ട്. ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോണഫൈഡ് ആയിട്ടുള്ള സ്പിരിച്വൽ മാസ്റ്ററിന്റെ അടുക്കൽ നിന്ന് നമ്മൾ ഈ ദിവ്യ ജ്ഞാനം നമ്മൾ വളരെ എളിമയോടുകൂടിയും അറിയാനുള്ള ആഗ്രഹത്തോടു കൂടിയും ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ അത് ആചരിക്കണം. അപ്പൊ അങ്ങനെ ഉചിതമായ സന്ദേശങ്ങൾ പകർന്നു തരുന്നു. അങ്ങനെ ആധ്യാത്മിക ആചാര്യന്റെ ദിവ്യ അസ്തിത്വ ക്രമേണ മൃഗത്വവും മനുഷ്യത്വവും നമ്മളുടെ പ്രധാന ആന്തരിക. അപ്പൊ മനുഷ്യന് മാത്രമാണ് ഭഗവാന് ഈ ഒരു കഴിവ് തന്നിട്ടുള്ളത്. മൃഗങ്ങൾക്ക് ആ ഒരു കഴിവില്ല. കാര്യം മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ കുറെ സാമ്യതകളും ഉണ്ട്. വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് കഴിവ് മനുഷ്യർക്കേ ഉള്ളൂ, മൃഗങ്ങൾക്ക് അതില്ല. ബാക്കി ഒരുപാട് സാമ്യമുണ്ട്. മൃഗങ്ങൾ ഉറങ്ങുന്നു, നമ്മൾ ഉറങ്ങുന്നു. മൃഗങ്ങള് എന്ത് ചെയ്യുന്നു? ഇത് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മളും ഭക്ഷണം കഴിക്കുന്നു. മൃഗങ്ങള് എന്ത് ചെയ്യുന്നു? പ്രത്യുൽപാദനം ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. മൃഗങ്ങള് എന്ത് ചെയ്ത് പ്രതികരിക്കുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. ഇത് 4 മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മൃഗതുല്യമായ ജീവിതമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഉപരിയായിട്ട് മൃഗങ്ങൾക്ക് അറിയാൻ പറ്റുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള കാര്യം, നമുക്ക് കുളിക്കാൻ പറ്റും, ക്ഷേത്രത്തിൽ പോകാൻ പറ്റും, പൂജകൾ ചെയ്യാൻ പറ്റും, സേവ ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. അവർക്കത് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. അവരെന്താണ്? നമ്മളെക്കാൾ ലോവർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലുള്ള ജീവാത്മാക്കളാണ്. അപ്പൊ അതുകൊണ്ട് അവരതിന് പക്വത എത്തിച്ചേരണം, വീണ്ടും വീണ്ടും ജന്മങ്ങൾ എടുത്ത്. അപ്പൊ നമുക്ക് ഈ ഒരു ജന്മം തന്നു. ഈ ഇരുകാലി മൃഗങ്ങളായിട്ട് ഇനിയെങ്കിലും നമ്മൾ ജീവിക്കാതെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇനിയെങ്കിലും ഈ പറയുന്ന ആചാര്യന്മാർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഈ ചെവിയിൽ കൂടെ കേട്ടിട്ട് ഈ ചെവിയിൽ കൂടെ വിടാതെ അത് നമ്മൾ ഹൃദയത്തിലേക്കാക്കി നമ്മൾ ഫോളോ ചെയ്യാവുന്ന ഇതുപോലൊക്കെ തന്നെ നമ്മളുടെ ഈ പരിധിയിലും ഈ സാഹചര്യത്തിലും ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്യണം. എത്രമാത്രം നമ്മളിപ്പോ 100% ആത്മാർത്ഥത ആർക്കും പറ്റില്ല. എത്ര ശതമാനം നമ്മളെ കൊണ്ട് പറ്റും? നമ്മളുടെ ഈ കപ്പാസിറ്റിയിൽ, നമ്മളുടെ അസുഖങ്ങൾ, നമ്മളുടെ സാഹചര്യങ്ങള്, നമ്മളുടെ ഇതിലില്ല
ഈ കപ്പാസിറ്റിയിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നോ അത് നമ്മൾ ചെയ്യുക. പറ്റില്ലാത്ത സംഭവങ്ങൾ തലകീഴായി നിന്ന് തപസ് ചെയ്യുവോ, ശ്വാസം പിടിച്ച് ഇങ്ങനെ നിന്ന് ചെയ്യുവോ, എന്താ പറയുന്നത്, 24 hours ഏകാദശി എടുത്ത് ഇങ്ങനെ ഉറങ്ങാതെ ഇരിക്കുവോ, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഈ പരിധിയിൽ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നോ അത് നമ്മൾ ചെയ്യുക, അത്രമാത്രം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മളുടെ സമയം കഴിഞ്ഞു. എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഓരോന്ന് പറയാം, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരിബോൾ, ഹരേ കൃഷ്ണൻ. ആർക്കും സംശയം ഇല്ലാന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഓരോ പോയിന്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 2-3 പേരല്ലേ ഉള്ളൂ, പെട്ടെന്ന് പറയാം. എന്തെങ്കിലും ഇന്ന് നിങ്ങൾക്ക് സ്ട്രൈക്ക് ആയോ, മനസ്സിലായോ, അതോ ശ്രവണം നേരെ ചെവി അല്ലേ കേട്ടത് എന്നുള്ളത് ഞാനിന്ന് ഓരോരുത്തരെ വിളിക്കാം. മാതാജി കേട്ട ശ്രവണം എങ്ങനെയായിരുന്നു? ഈ ചെവി കൂടെ കയറി ഇങ്ങനെ പോയോ? ജ്ഞാനാംബിക മാതാജി? അല്ല നമ്മള് ശ്രവണം നേരെയായിരുന്നു പ്രഭു, പക്ഷെ ഇടയ്ക്ക് ഉറക്കം വരുന്നെന്നുള്ളതേ ഉള്ളൂ. ഉറക്കമൊന്നുമില്ല. നിങ്ങളെ ആരെയും ഞാൻ ഒരു ശകലം പോലും കുറ്റപ്പെടുത്തില്ല. ഞാൻ നാട്ടിൽ ചെന്നപ്പോ എനിക്കും ഇതേ അവസ്ഥയാണ് ഉണ്ടായത്. ഇന്നലെ ഞാൻ വെറും 4 മണിക്കൂർ ഉറങ്ങിയത്. കുറെ ദിവസമായിട്ട് ഉറക്കം വളരെ കുറവാണ്. ഞാൻ ഒരു ഡ്രാമയായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ റെക്കോർഡിങ്ങിന് പോയതാ. വന്നപ്പോ 11:30 കിടന്ന് 12 കഴിഞ്ഞ് 3:40 എണീറ്റു. പ്രഭു വെളുപ്പിനെ എഴുന്നേക്കത്തില്ലേ? 3:30-ക്കൊക്കെ എഴുന്നേക്കാറില്ലേ? അന്നേരം പിന്നെ പകലും ക്ലാസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് ഉറങ്ങാറില്ലേ? അന്നേരം പിന്നെ ഉറക്കം വരും. അതെ അല്ലേ? അത് സാരമില്ല മാതാജിയെ ഞാൻ കുറ്റപ്പെടുത്തി. ഞാൻ നാട്ടിൽ വന്നപ്പോ എനിക്ക് ഇതേ അനുഭവം ഉണ്ടായി. കുഴപ്പമില്ല, മാതാജി ക്ലാസ്സിൽ കയറുന്നുണ്ടല്ലോ, അത് തന്നെ ഭയങ്കര ഭഗവാന്റെ ഒരു കൃപ ഉള്ളത് കൊണ്ടാണ് അത് പറ്റുന്നത്. മുടങ്ങാതെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. അത് എന്തായാലും നിർത്താതിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, അല്ലെങ്കിൽ നമുക്ക് വേറെ വേറെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കേറുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ പ്രഭു, ഒന്നും തലയിൽ നിൽക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരു കേൾക്കുന്നു കുഴപ്പമില്ല മാതാജി, കേൾക്കുന്നു. അതോർത്ത് വറിയിടാകേണ്ട കാര്യമേ ഇല്ല. അതൊക്കെ നമ്മള് ഭഗവാനിലേക്ക് അർപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. പ്രഭു, നമ്മള് ഭഗവാന്റെ അംശം തന്നെയാണ്. നമ്മള് ഭഗവാന്റെ അംശമാണ്. എന്ന് വെച്ചാൽ ഭഗവാന്റെ മുഴുവനും കാര്യങ്ങളില്ല. നമ്മുടെ ഉള്ളിൽ പരമാത്മാവായിട്ട് ഭഗവാൻ സാക്ഷിയായിട്ടിരിക്കുന്നു. ഒന്നുമേ ചെയ്യുന്നില്ല, എല്ലാം കണ്ട് സാക്ഷിയായിട്ടിരിക്കുന്നു. താഴെയുള്ള ജീവാത്മാവ് അതിന്റെ ഇങ്ങനെ എല്ലായിടവും നോക്കിയതിന്റെ അപ്പൊ എപ്പോഴെങ്കിലും ഭഗവാനെ നോക്കുവോ എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്നു. പക്ഷെ ഒരിക്കലും നോക്കുന്നില്ല. നോക്കുന്നവരുണ്ടായിരിക്കാം എപ്പോഴെങ്കിലും, നോക്കുന്നില്ല. നമ്മൾ അത് അറിയാൻ കാരണം ശ്രമിക്കുന്നു, ഭഗവാൻ നമ്മുടെ ഉള്ള് അറിയാനായിട്ട് നമ്മൾ അത്രേ ഉള്ളൂ. ശ്രമിക്കുന്നില്ല. നമ്മൾ നമുക്കത് അറിയാൻ ശ്രമിക്കുന്നു. പറ്റുന്നുമില്ല. കാര്യം പൊടിപടലങ്ങൾ അതെ കിടപ്പുണ്ടല്ലേ. ചൈതന്യ മഹാപ്രഭു അതെ ചേതോ അതെ അതെ ദർപ്പണ അതെ. മാർജന, ദർപ്പണം ക്ലീൻ ചെയ്യുന്ന മാലിന്യങ്ങളെല്ലാം കിടക്കുക. പിന്നെ ഈ പ്രോസസ്സാണ് നമ്മൾ നാമം ചൊല്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാമം മാലിന്യങ്ങൾ ചൊല്ലി നാമം നാമം ചൊല്ലി ജപിച്ച് നാമം ജപിച്ച് ചൊല്ലി ജപിച്ച് ഉള്ളു ആ തെളിയുമ്പോ ദർപ്പണം. കാണുമായിരിക്കും, അറിയില്ല. എന്തായാലും അതെ, ശ്രമിക്കുന്നുണ്ട്. ഭഗവാൻ ഇഷ്ടം. ഇത്രയും തൽക്കാലം ഹരേ കൃഷ്ണ. മനസ്സിലായില്ല, മനസ്സിലായോ? ചിലപ്പോ പെട്ടെന്ന് കാണാതെ പറയുമ്പോഴത്തേക്ക് ഹരേ കൃഷ്ണ. കൃഷ്ണമാരി മാതാജിക്ക് പോയിന്റുകളൊന്നും ഓർമ്മയില്ലല്ലേ? മാതാജിക്ക് ഓർക്കുമ്പോൾ സാരമില്ല. നമുക്ക് ഭഗവാന്റെ അതീന്ദ്രിയ ജ്ഞാനത്തെ പറ്റിയിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആത്മീയ ആചാര്യന്റെ നിന്നും വിനയാന്വിതരായി അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ അത് ശ്രവിക്കണം. ഹരിബോൾ, നല്ല പോയിന്റ് ആയിരുന്നു. പത്മ മാതാജി. ഹരേ കൃഷ്ണ. നമ്മളിങ്ങനെ ഇതിലൂടെയൊക്കെ കൂടുതലായിട്ട് ഭഗവാനെ അറിയാൻ ശ്രമിക്കുക. ഭഗവാനെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമമായിട്ടുള്ള കാര്യം. നമ്മൾ വേറെ മറ്റൊന്നും അറിയേണ്ടതായിട്ട് ഇല്ല ഭഗവാനെ അറിയുകയാണെങ്കിൽ. ഹരിബോൽ, ഹരേ കൃഷ്ണ മാതാജി. പോലെ ചെയ്യുക, അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. നമ്മൾ ഓരോരുത്തരും ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളാൽ നിയന്ത്രിതരാണ്. എന്നാൽ ആ ഭൗതിക പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് പരമാത്മാവാണ്. ഹരേ കൃഷ്ണ. ജീവാത്മാവും പരമാത്മാവും ഉം. ഗുണത്തിൽ ഒന്നാണ്, പക്ഷെ അളവിൽ വ്യത്യസ്തമാണ്. ഹരിബോൽ, ഹരേ കൃഷ്ണ. കാരിക മാതാജി. ഹരേ കൃഷ്ണ. നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഒരു വിശേഷ കഴിവാണ് നമുക്ക് ആ ഒരു ദിവ്യ അവബോധം നമുക്ക് തന്നിട്ടുണ്ട്. അത് മനുഷ്യർക്ക് മാത്രമേ ഭഗവാൻ തന്നിട്ടുള്ളൂ. അത് ഒരു ആത്മീയ ആചാര്യന്റെ ത്രൂ നമ്മൾ ആ ദിവ്യ അവബോധം നമ്മൾ ശ്രവണത്തിലൂടെ നമ്മൾ അത് കൂടുതൽ ഇതാക്കുക. എന്നിട്ട് അങ്ങനെ ഭഗവാനെ നമുക്ക് ആ വിനയാന്വിതമായിട്ട് ആ ആത്മീയ ആചാര്യനെ നമ്മൾ സമീപിക്കണം.
അങ്ങനെ ആ ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള ആ പ്രധാന അന്തരം നമ്മൾ അത് യഥോചിതമായിട്ട് നമ്മൾ ഭഗവാനെ അറിയാനും ഭഗവാന്റെ സേവനത്തിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ഹരേ കൃഷ്ണ. എക്സലൻസ്. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ശശികല മാതാജി ഒരു സമ്മറി, ഹരേ 3 കൃഷ്ണ ശ്ലോകത്തിനും പ്രഭു. കൂടെ ഒരു സമ്മറി മാതാജി എന്ന് പറയും. ഹരേ കൃഷ്ണ പ്രഭു. നമ്മുടെ 30ാമത്തെ ശ്ലോകത്തില് ഭൗതിക സൃഷ്ടിയുടെ ആരംഭം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ട് ഈ സൃഷ്ടിയുടെയൊക്കെ മുമ്പ് തന്നെ ഭഗവാൻ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആന്തരിക ഭഗവാന്റെ ശക്തികൾ, ഭഗവാൻ 3 ശക്തികളുണ്ട്. ആന്തരിക ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥാശക്തി. ഭഗവാന്റെ ആന്തരിക ശക്തി കൊണ്ടാണ്, ആന്തരിക ശക്തി എന്ന് പറഞ്ഞാൽ അത് സച്ചിദാനന്ദമാണ്, അത് ഇറ്റേണൽ ആണ്, ഒരിക്കലും നാശമില്ല. അതുപോലെ അവിടെ ആനന്ദമുണ്ട്, ഫുൾ ഓഫ് നോളജ് ആണ്. അതേസമയം ബഹിരംഗ ശക്തി എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ തന്നെ ഒരു അതിന്റെ ഒരു ബഹുസ്ഫുരണമാണ്. ആന്തശക്തി ഒരു ഒരു അംശമാണ് ബഹിരംഗ ശക്തി. അത് ഇഗ്നറന്റ് ആണ്, മറ്റേ നേരെ ഓപ്പോസിറ്റ് ആണ്, ഇറ്റേണൽ അല്ല, അതുപോലെ ബ്ലിസ്ഫുൾ അല്ല, അതുപോലെ ഇഗ്നറൻസ് ആണ് അവിടെ ഉള്ളത്. ഇതിന്റെ രണ്ടിലും ഇടയിലുള്ളതാണ് തടസ്ഥാശക്തിയായ നമ്മുടെ ജീവാത്മാക്കൾ. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ബഹിരംഗ ശക്തിയും അതേസമയം ഉള്ളിലുള്ള ജീവാത്മ എന്ന് പറയുന്നത് സ്പിരിച്ചു ആണ്. അപ്പൊ അത് അന്തരംഗ ശക്തികൾ ചേർന്നാണ്. അപ്പൊ നമ്മുടെ ഈ തടസ്ഥാശക്തി എന്ന് പറയുന്നത് രണ്ടും കൂടെ ചേർന്നാണ്. പിന്നെ നമ്മള് അതുപോലെ തന്നെ ഈ ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് രജോ തമോ ഗുണമാണ്, ഈ 3 ഗുണങ്ങളും ചേർന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഭഗവാന്റെ ഈ 29 വരെ നമ്മൾ പഠിച്ചത് ഭഗവാന്റെ ദിവ്യ സേവയെ പറ്റിയാണ്. 30 മുതൽ നമ്മൾ ഭഗവാന്റെ ദിവ്യത്വമാണ് പഠിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ദിവ്യത്വം എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഭഗവാനും ജീവാത്മാക്കൾ നമ്മുടെ വ്യത്യാസങ്ങൾ എന്താണെന്ന്. ഒന്നാമത്തേത്, ഭഗവാൻ എല്ലാം ഓർമ്മിക്കാനുള്ള കഴിവുണ്ട്. വേദാഹം സമതിദാനി ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഭഗവാന് പാസ്റ്റും ഫ്യൂച്ചറും വർത്തമാനവും എല്ലാം ഓർമ്മിക്കാൻ സാധിക്കും. എന്നാ പക്ഷേ ജീവാത്മാക്കൾക്ക് സാധിക്കുന്നില്ല. പിന്നെ ഭഗവാൻ ത്രിഗുണങ്ങൾക്ക് അതീതനാണ്. പിന്നെ ഭഗവാന്റെ ബോഡി എന്ന് പറയുന്നത് ട്രാൻസെൻഡന്റിലാണ്. ഇപ്പം മായാവാദികൾ പോലും പറയുന്ന ഭഗവാന് രൂപമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശങ്കരാചാര്യ പോലും സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതിയെന്ന് എന്ന് പറഞ്ഞ അദ്ദേഹം പോലും പറയുന്നുണ്ട് ഭജിക്കേണ്ടത് ഗോവിന്ദനെയാണ്, ഗോവിന്ദനെ ഭജിക്കാത്തവർ മൂഢന്മാരാണെന്ന് അദ്ദേഹം പോലും പറയുന്നുണ്ട്. പിന്നെ അടുത്ത ഭഗവാന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഭഗവാന്റെ ബോഡി ട്രാൻസെൻഡന്റലാണ്. അപ്പം നമ്മുടെ ഈ ഭൗതിക ഗുണമൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ ശിവഭഗവാനും ബ്രഹ്മദേവനും പോലും ഭഗവാന് ഒബേസൻസ് അർപ്പിക്കുന്നുണ്ട്. പിന്നെ അസമർത്ഥ എന്നൊരു പദമുണ്ട്, എന്ന് പറഞ്ഞാൽ നോ വൺ ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ കൃഷ്ണ. ഭഗവാൻ തുല്യനായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ, വേറെ തുല്യമായിട്ട് വേറെ ആരുമില്ല. അങ്ങനെ ഭഗവാനെ ഒരു വാക്കുണ്ട്, ഭഗവാനെ മറ്റുള്ളവരുമായിട്ട് തുല്യപ്പെടുത്തുന്ന ഒരു പേരുണ്ട്, പാഷണ്ടെന്നോ അങ്ങനെ ഒരു പേര് പറയുന്നത്. അങ്ങനെയാണ് ഭഗവാൻ തുല്യമായിട്ടോ അതിന് മുകളിലോ ആയിട്ട് കാണുന്നവരെ അങ്ങനെയാണ് പറയുന്നത്. അതാണ് 30ാം ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെ 31ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട്, ഭൗതിക തത്വങ്ങളുടെ സൃഷ്ടിക്ക് ശേഷം ഭഗവാൻ സ്വയം വിസ്തരിച്ച് അവയിൽ സന്നിവേശിച്ചു എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ആ കുട്ടി ഇപ്പൊ ഡെഡ് ആയിട്ടാണ് ജനിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് കോൺഷ്യസ്നെസ് ഇല്ല. അപ്പൊ ആ കുട്ടിക്ക് അതിനകത്ത് കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അതുപോലെ ഈ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ച ശേഷം ഭഗവാൻ അത് ഉൾപ്പൊങ്ങി കഴിയുമ്പോൾ മാത്രമാണ് പ്രപഞ്ചത്തിനും ഒരു അസ്തിത്വം ഉണ്ടാകുന്നത്. അതുപോലെ പരമാത്മാവായിട്ട് ഭഗവാൻ അതിൽ ചേർത്ത ശേഷമാണ് അതിന് വളർച്ച ഉണ്ടാകുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞേക്കുന്നത് ഭഗവാനെ അതുപോലെ തന്നെ ഭഗവാൻ എന്ന് പറഞ്ഞ 6 ഐശ്വര്യങ്ങളും ചേർന്നാണ്. നമുക്കറിയാം പരാശര മുനി 6 ഐശ്വര്യങ്ങൾ ചേർന്ന അങ്ങനെയുള്ളവരെ മാത്രമേ ഭഗവാൻ എന്ന് പറയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ എന്ന പേര് തന്നെ പരാശരമുനി കൊടുത്തിരിക്കുന്നത്. പിന്നെ 32ാമത്തെ ശ്ലോകത്തില് 31 പരമാത്മാവിനെയും ആത്മാവിനെയും പറ്റി പറയുന്നുണ്ട്. ഒരു വൃക്ഷത്തിലെ 2 പക്ഷികളായിട്ടാണ് അതിനെ ഓർമ്മിച്ചിരിക്കുന്നത്. ജീവാത്മാവ് ആ മരത്തിലെ ഫ്രൂട്ട്സിനെ എൻജോയ് ചെയ്യുന്നു, പരമാത്മാവ് ആ പക്ഷിയെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭഗവാൻ ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഭഗവാന്റെ ലോകത്ത് നമ്മൾ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നത്. ഭഗവാൻ അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നതുകൊണ്ട് അത് പക്ഷെ ആ സൗകര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. അതേസമയം തന്നെ
വേദശാസ്ത്രങ്ങളിലൊക്കെ വേദശാസ്ത്രങ്ങൾക്കനുസരിച്ച് നമുക്കത് വേദശാസ്ത്രങ്ങളനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ തിരിച്ച് നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ നമ്മളെ ആരാണോ ഭഗവാന്റെ പരമാത്മാവായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ ആരാണോ ശ്രദ്ധിക്കുന്നതും ഭഗവാന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നവരും അവർക്ക് നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. പിന്നെ 32ാമത്തെ ശ്ലോകത്തില് തടിയിൽ അഗ്നി വ്യാപിക്കുന്നത് പോലെ, അപ്പൊ ഇവിടെ പരമാത്മാവിനെ ഒരു തടിയിൽ വ്യാപിച്ച അഗ്നിയോടാണ് ഓമിച്ചിരിക്കുന്നത്. ആ തടിയില് എന്തുമാത്രം നേരം അഗ്നി ഉണ്ടോ അത്രയും നേരം മാത്രമേ അത് പ്രകാശമായിട്ട് ഇരിക്കുകയുള്ളൂ. ആ അഗ്നി പോയി കഴിയുമ്പോൾ അത് കരിക്കട്ടയാവും. അതുപോലെ തന്നെ നമ്മുടെ പരമാത്മാവായിട്ട് ഭഗവാൻ നമ്മുടെ ബോഡിയിൽ എന്തുമാത്രം സമയം എത്രമാത്രം കാലമുണ്ടോ അത്രമാത്രം നമുക്കും കോൺഷ്യസ് ഉള്ളൂ. നമ്മുടെ ബോഡിയിൽ നിന്നും ജീവാത്മാവിനോടൊപ്പം പരമാത്മാവ് പുറത്തു പോയി കഴിയുമ്പോൾ നമ്മുടെ ബോഡി ചേതനയറ്റതാവും. അപ്പൊ ആ തടിക്ക് അഗ്നി കൊണ്ട് പ്രകാശിക്കണമെങ്കിൽ വേറൊരു അഗ്നി കൊണ്ട് മാത്രമേ തടിയെ പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പരമാത്മാവിനും ഒരു കോൺഷ്യസിനും നമ്മുടെ ശരിയായ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കും വേറെ ആളുടെ നിന്നും ശരിയായ ഒരു ഇത് കിട്ടണം, ഒരു അറിവ് കിട്ടണം. അതാണ് സ്പിരിച്വൽ മാസ്റ്റർ. ഒരു സ്പിരിച്വൽ മാസ്റ്റർ മാത്രമേ നമ്മുടെ അവബോധത്തെ ശരിയായ രീതിയിൽ നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുന്നത് ശരിയായ രീതിയിൽ റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ, അത് മൃഗങ്ങൾക്കില്ല. അതിൽ ഭഗവാനെ പറ്റി മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ശ്രവണം തന്നെയാണ്. ശരിയായ ഒരു ആത്മീയ ആചാര്യനിൽ നിന്നും ശരിയായി ശ്രമിച്ചിട്ട് ഭഗവാനെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ ചാൻഡിങ്ങിലൂടെയും ഭഗവത് സേവനിലൂടെയും ഭഗവാനെ പറ്റി ചാൻഡിങ്, ഹിയറിങ് ആൻഡ് മെമ്മറൈസിങ്, ശ്രവണം, കീർത്തനം, സ്മരണം, ഇത് മൂന്നും ചെയ്ത് ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അതാണ് 32. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരിബോൾ. മാതാജി നല്ല വിശദമായിട്ട് പറഞ്ഞു. അതെ അതെ മുരളീദാസ് പ്രഭു ഒക്കെ എടുക്കുന്ന സ്റ്റാൻഡേർഡിൽ പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ മാതാജിയോട് പറഞ്ഞത് എടുത്തു നോക്കാനായിട്ട്. ഇത് തന്നെ ധാരാളം മതിയല്ലോ മാതാജി. ഇപ്പൊ ആ ക്ലാസ്സിലൊക്കെ അവര് കയറുന്നോണ്ടായിരിക്കാം പ്രഭു പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടാണ് മാതാജി പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ് ഒക്കെ എടുക്കണം മാതാജി, അവസരങ്ങൾ മിസ്സാക്കരുത്. അപ്പം ഭഗവത്ഗീത പഠിപ്പിച്ചതിന് ശേഷം ഭാഗവതം പഠിപ്പിക്കണമെന്ന് പറയണം പ്രഭു, എന്നാലും നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഭഗവത്ഗീത നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ഇവിടുത്തെ ലോക്കൽ എടുത്തോണ്ടിരുന്ന 17ാമത്തെ അധ്യായം എത്തി. ഗുരുപ്രഭു ഏകദേശം എനിക്ക് തോന്നുന്നത് 10 വർഷത്തോളം ആകാറായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഭഗവത്ഗീത. ഇപ്പൊ ഞാൻ ഇവിടെ അദ്ദേഹം പോയതിനു ശേഷം കണ്ടിന്യൂ ചെയ്ത് 17ാമത്തെ അധ്യായം തീരാറായുള്ളൂ. 18ലേക്ക് കിടക്കുള്ളൂ. 2 ആഴ്ചക്കുള്ളിൽ 18 ആകും. ഞങ്ങൾക്കും 16 ആയുള്ളൂ. ഞങ്ങളുടെ 2018 തുടങ്ങിയതാ, 16ാമത്തെ ചാപ്റ്റർ ആയുള്ളൂ. 2018 തുടങ്ങിയല്ലേ? അതെ, 7 വർഷമായി. 16ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഇത് ഒരു ശ്ലോകം വെച്ചിട്ടായിരുന്നു ഗുരുപ്രഭു എടുത്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ദേ ഇപ്പം പ്രേമവൃന്ദാവനത്തിലെ അത് നമുക്ക് 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ളൂ, കർമ്മയോഗം പ്രേമവൃന്ദാവനത്തിലെ. അപ്പം ഞാൻ വിചാരിച്ചു തീരാനായിട്ട് നോക്കിയിരുന്ന് ഇത് പഠിപ്പിക്കാൻ നേരത്ത് ഒരുപാട് അങ്ങ് പോകില്ലേ എന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഏതെങ്കിലും പ്രഭുവിന് ഒത്തിരി നല്ല അറിവുണ്ടല്ലോ പ്രഭു. പ്രഭുവിന് ഒത്തിരി ലെക്ചേഴ്സ് കേട്ടും ക്ലാസ് കേട്ടും ഒക്കെ നല്ല അറിവുണ്ട് പ്രഭുവിന്. എന്നെ പോലെയൊന്നുമല്ലല്ലോ പ്രഭു. അപ്പൊ അങ്ങനെയല്ല മാതാജി, ഞാൻ എന്താ പറയുന്ന ഈ ഗുരുപ്രഭുവിന്റെ ക്ലാസ്സിലൊക്കെ ഇരുന്നത് വെച്ച് ഞാൻ നോട്ട് എഴുതാനൊരു മടിയനാണ്. അതുപോലെ തന്നെ ഓർമ്മ വളരെ കുറവുണ്ട്. എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയുന്നതാണ്. ഇപ്പൊ ഭഗവാനായിട്ട് പറയുന്നതായിരിക്കാം, എനിക്കറിയില്ല. അപ്പം ഞാൻ എന്തായാലും മേൽപ്പത്തൂറിന്റെ കാറ്റഗറിയിലേക്ക് ആയിട്ടില്ല. ഞാൻ പൂന്താനത്തിന്റെ കാറ്റഗറിയിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് എന്ന് വെച്ചിട്ട് ഒരിക്കലും പൂന്താനം ആകത്തില്ല. അദ്ദേഹത്തിന് ഈ ഭഗവാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന പോലെ മനസ്സിൽ തോന്നിക്കുന്നതായിരിക്കാം. അല്ലാതെ ഞാനൊരു പ്രിപ്പയർ ചെയ്ത ഈ ശ്ലോകം ഞാൻ ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ ഒപ്പം വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതായത് ഞാൻ പറഞ്ഞത്, ഒരിക്കലും അതൊരു ജ്ഞാനവാനാണെന്നൊന്നും വിചാരിക്കരുത്. അപ്പൊ അതുകൊണ്ട് മാതാജി ഒരവസരം ഇനി വരുമ്പോ എടുക്കുക. അപ്പം ഇത് തന്നെയാണ് മാർഗം. നമ്മൾ ക്ലാസ് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒരുപാട് താങ്ക്സ്. നിങ്ങൾ ഇത്രയും പേര് പങ്കെടുത്ത് എനിക്ക് വളരെ സന്തോഷം. അപ്പം നമുക്ക് ഇനിയും മുന്നോട്ട് തന്നെ പോകാം. ഭാഗവതം നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേന് ആ ഒരു
രുചി വരട്ടെ, ഭാഗവതത്തിന്റെ ആ ഒരു ശ്രവണ രുചി വരട്ടെ. അങ്ങനെ ഭഗവാൻ നമ്മളിലേക്കെല്ലാം സന്വേഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരിപോൽ ഹരികൃഷ്ണ വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധു പേവച്ച പതിനാനാം പാവനേറ്റു വൈഷ്ണവിക നമോ നമഃ. അനന്തകോടി വൈഷ്ണവ കീജയ, അനന്തകോടി ആചാര്യ കീജയ. ഹരേ കൃഷ്ണ.